ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയ ഡ്രാമയാണ് കാണാൻ വന്നേ. അത് ഫുൾ എപ്പിസോഡ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നേരെ ഡ്രാമയിലേക്ക് പോവാം. തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥയിലെ നായകനായ മയങ്ങനെയാണ് കാണിക്കുന്നത്. അവൻ വലിയൊരു കമ്പനിയിലെ പ്രസിഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അവനിങ്ങനെ കാറിപ്പൊക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഒരു കോള് വന്നത്. അവനും അത് കേട്ട് ഷോക്കായിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. ആ ഹോസ്പിറ്റലാണെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴത്തേക്കിനും ഡോക്ടർ വന്നിട്ട് ഇവിടെ പേഷ്യന്റിന് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മായങ്ങ ഓടി വന്നിട്ട് ഞാൻ ഇവരെ കൂടെയുള്ളത് അവർക്ക് എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടറും പറയാണ് രണ്ടുപേരെ രക്ഷിക്കാൻ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, സോറി എന്നൊക്കെയാണെങ്കിൽ പറയുക കേട്ടോ. ആ കുട്ടി വരെയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡി വരെയുണ്ട്. ആ ലേഡി ആണെങ്കിൽ മയങ്ങിൻ്റെ അടുത്ത് പാവം ഈ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും എല്ലാം മരിച്ചുപോയി, ഇനി ഇവനെ ആര് നോക്ക്, ഇവൻ അനാഥയായില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മയങ്ങാണെങ്കിൽ ഭയങ്കര അരങ്കറ്റായിട്ടുള്ള ഒരാളാട്ടോ. അതുകൊണ്ട് ആ ലേഡി എടുത്ത് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിലോട്ട് കുട്ടീനെ ഇങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട്. ഇതേ ഹോസ്പിറ്റലിലാണെങ്കിൽ കഥയിലെ ഹീറോയിനും ഓടി വരുന്നുണ്ട്. ഇവളുടെ പേര് യുഗായി എന്നാട്ടോ. അവളാണെങ്കിൽ ഒരുത്തന്നെ ചെന്ന് ഇരിക്കുന്നുണ്ട്. ഇത് മായങ്ങന്റെ അസിസ്റ്റന്റ് ആയിരിക്കും. പ്ലീസ് ഇവിടെ IC എവിടെയൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അസിസ്റ്റന്റ് ഓക്കെ കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവാട്ടോ. ഇവളെ കണ്ടത് ആ കുഞ്ഞാണെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ പേര് CC എന്നാട്ടോ. നേരെ കുഞ്ഞിനെ പിടിച്ചിട്ട് ഒന്നുമില്ലട മോന, അമ്മ ഇപ്പൊ വരും കേട്ടോ, പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മായം കാണിക്ക് പെട്ടെന്ന് അവര് രണ്ടുപേരും മരിച്ചു പോയി എന്നാണെങ്കിൽ പറയാട്ടോ. ഇത് കേട്ടത് യുഗായി ആണെങ്കിൽ നീ ആരും ഇതൊക്കെ പറയും, നീ എന്തെങ്കിലുമൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും സത്യം ഇതാ റിപ്പോർട്ട് നോക്കുക പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്നാലും ഒരു കുഞ്ഞിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാവോ, അവന്റെ അമ്മയും അച്ഛനും മരിച്ചു എന്നൊക്കെ അവനോട് എങ്ങനെ പറയും, കുറച്ച് കഴിയുമ്പോൾ പറയാന്ന് പറയുമ്പോഴത്തേക്കിനും അതൊന്നും പറ്റത്തില്ല, എന്താണ് നടന്നത് ആ സത്യം ഇപ്പോഴേ പറയുന്നതായിരിക്കും നല്ലത്, അതല്ലാതെ മാറ്റി വെക്കുവാണെങ്കിൽ ഇനി അവന് തന്നെയായിരിക്കും പ്രശ്നം എന്നൊക്കെയാണ് മായങ്ങ പറയുന്നത്. ഇതൊക്കെ പറയാൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ സീസിന്റെ അങ്കിളാണ്, എന്റെ ചേച്ചി ഇവിടെ മരിച്ചേക്കുന്നത്, എന്റെ ചേച്ചി മരിച്ച സ്ഥിതിക്ക് അവളുടെ കുഞ്ഞിനെ എന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്, അപ്പൊ ഞാൻ വേണം ഇനി നോക്കാനെന്ന് പറയുമ്പോഴത്തേക്കിനും യുഗായി ആണെങ്കിൽ അതെങ്ങനെയാ നിന്റെ കസ്റ്റഡിയിലൊക്കെ ആവുക, നീ അവന്റെ അങ്കിളായിരിക്കും, അതുപോലെ തന്നെ ഞാൻ അവന്റെ ആന്റിയാണ്, എന്റെ ചേട്ടന്റെ മകനെ ഇവൻ, അപ്പൊ ഇവനിൽ എനിക്ക് അവകാശമുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മായങ്ങ പറയുക ആ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഒരു അനിയത്തിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അത് നീ ആയിരുന്നല്ലേ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഇവന്റെ കസ്റ്റഡി ഞാൻ നിനക്ക് ഒരിക്കലും വിട്ടു തരില്ല, പോരാഞ്ഞിട്ട് എന്റെ ചേച്ചി വിൽപ്പത്രമൊക്കെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ യുഗായി ആണെങ്കിൽ അതെങ്ങനെ ഈ ചെറുപ്രായത്തിൽ തന്നെ വിൽപ്പത്രമൊക്കെ എഴുതാൻ തോന്നുന്നത്, അപ്പൊ ഇവര് മരിക്കുന്നവർക്ക് നേരത്തെ അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും മായം കാണിക്കുക അതിനൊന്നും മറുപടി പറയാതെ സീസിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ടത് യുഗായി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഹീറോ മൈൻഡ് ആക്കാതെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകട്ടോ. കാറി പോകുമ്പോഴത്തേക്കും അസിസ്റ്റന്റ് എടുത്ത് ആ യുഗായി ഉണ്ടല്ലോ അവളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തിനാ ബോസ് അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എന്റെ ചേച്ചി മരിക്കുന്നതിന് മുമ്പേ എല്ലാ സ്വത്തുക്കളും ഇവളുടെ പേരിലോട്ടാണ് എഴുതി വെച്ചേക്കുന്നത്, അത് തന്നെ എനിക്ക് വലിയൊരു സംശയമുണ്ട്, അതിനെപ്പറ്റിക്ക് കണ്ടുപിടിക്കാനാന്ന് പറയും കേട്ടോ. എന്നിട്ട് CCനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും കുഞ്ഞാണെങ്കിൽ പേരും കരച്ചിലാണ്, എനിക്ക് യുഗായി ആന്റി വേണം, ആന്റി ഇല്ലാതെ ഞാൻ ഉറങ്ങത്തില്ല, ആന്റി ഇല്ലാതെ ഞാൻ കളിക്കത്തില്ല, ആന്റി ഇല്ലാതെ ഞാൻ കരച്ചിൽ നിർത്തത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ബഹളവാ. ഇവരും പാവ അതൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞതൊന്നും മൈൻഡ് ആക്കുന്ന പോലെയല്ല കേട്ടോ. അപ്പത്തേക്കിനും കോളിംബെല്ലാം അടിച്ചതും അസിസ്റ്റന്റ് ആണെങ്കിൽ തുറന്നു നോക്കുമ്പോഴത്തേക്കിനും യുഗായി ആയിരിക്കും. ഇവിടെ വന്നു എന്ന് പറയുന്നത് CC ആണെങ്കിൽ ഓടി വന്നിട്ട് ഹഗ് ചെയ്യാട്ടോ, ആന്റി പോവല്ലേ ഇവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല. CC മോനെ നീ വിഷമിക്കണ്ട കേട്ടോ, ആന്റി വന്നില്ലേ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞോട്ട് നേരെ അവന്റെ അടുത്ത് വന്നിട്ടാ സീസിനെ എനിക്ക് വിട്ടു തരണം, ഞാൻ അവനെയും കൊണ്ട് പോവാന്ന് പറയുമ്പോ അവനെയും കൊണ്ട് നീ അത്ര സിമ്പിൾ ആയിട്ട് പോവാ, അതൊന്നും പറ്റത്തില്ല, അവൻ എന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, നിനക്ക് അതിലൊരു അവകാശം ഇല്ലെന്ന് പറയുമ്പോ അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ ഇവന്റെ ആന്റിയാണ്, നിനക്കുള്ള അവകാശം തന്നെ എനിക്കുണ്ട്, അതുപോലെ നീ ഒരു വിൽപ്പത്രത്തിന്റെ കാര്യം പറഞ്ഞില്ല അതെനിക്ക് കാണണം, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞാന്ന് പറയുമ്പോഴത്തേക്കിനും അതൊന്നും നിന്നോട് പറയാൻ പറ്റത്തില്ല, മരയ്ക്കെന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറയുമ്പോഴത്തേക്കിനും അന്ന് ഞാൻ CCനെ കൊണ്ടേ പോത്തുണ്ടെന്ന് പറയും. വെറുതെ പ്രശ്നം ഉണ്ടാക്കി നിൽക്കണ്ട, പ്രശ്നം ഉണ്ടാക്കാനാ പ്ലാനെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് ഇവിടുന്ന് പുറത്താക്കിക്കുന്ന കാണണമെന്ന് വെക്കുമ്പോഴത്തേക്കിനും ഇതിങ്ങളുടെ രണ്ടും അടി കണ്ട അസിസ്റ്റന്റ് ആണെങ്കിൽ എക്സ്ക്യൂസ് മീ രാത്രി 2 മണി അപ്പോഴാണ് നിങ്ങൾ ഈ കടന്ന് ബഹളം വെക്കുന്നത്, തൽക്കാലം യുഗായി ഇവിടെ നിൽക്കട്ടെ, എന്നാലും കുഞ്ഞിവളില്ലാതെ കടന്നു ഉറങ്ങത്തില്ലെന്നല്ല പറയുന്നത്, അതുകൊണ്ട് ഇവളിവിടെ സ്റ്റേ ചെയ്യട്ടെ, പ്രശ്നമൊക്കെ തീരില്ലേന്ന് വെക്കുമ്പോഴത്തേക്കിനും യുഗായും അത് നല്ല ഐഡിയ ആണല്ലോ, ബാ CC നമുക്ക് ഉറങ്ങാനും പറഞ്ഞുണ്ട് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കിനും മായം കാണിക്ക് ഇത് എന്റെ വീടാണ്, എന്നോട് ആരും പെർമിഷൻ ഒന്നും ചോദിക്കണ്ടേ എന്നും പറഞ്ഞോണ്ട് നിൽക്കുന്നത്. ഇവിടെ CCനെ കടത്തി ഉറക്കുമ്പോഴത്തേക്കിന് അവന് പറയുന്നുണ്ട് ആ പുറത്തിരിക്കുന്ന അങ്കിളുണ്ടല്ലോ അവരെ കൂടെ നിൽക്കാൻ എനിക്ക് പേടിയാ, അവരെ കാണുമ്പോൾ ഒരു കരടീനെ പോലെയല്ലേ, അതുകൊണ്ട് ആന്റിനെ വിട്ട് പോലെന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിനും സത്യം പറഞ്ഞ അവനുണ്ടല്ലോ ശരിക്കും ഒരു കരടിയാ, അതുകൊണ്ട് നിന്നെ വിട്ടിട്ട് ഞാൻ പോത്തില്ലെന്നൊക്കെ പറയുന്നേ. ഇപ്പൊ മായിങ്ങനെ കാണിക്കുന്നത് അവന്റെ സിസ്റ്ററിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവനിങ്ങനെ വിഷമത്തോട് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. CC ജനിക്കുന്നതിന് മുമ്പേ ഇവനോടാണെങ്കിൽ ഇവന്റെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു കാണും ഞാൻ ഇതേപോലെ പ്രഗ്നന്റ് ആണ്, നീ എന്തായാലും എന്നെ കാണാൻ വരണം, ഞാൻ കല്യാണം കഴിച്ചപ്പോഴും നീ വന്നിട്ടില്ല, എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴെങ്കിലും നീ
വരണമെന്ന് പറയുമ്പോഴത്തേക്കും നിനക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന് ഞാൻ എന്തിനാ വരുന്നതൊക്കെയാണ് അന്ന് നമ്മുടെ മായങ്ങ് പറഞ്ഞ. അപ്പോഴും സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞാണ്, ഒന്നിനും വരാത്ത നീ ഞാൻ മരിക്കുമ്പോഴെങ്കിലും വരുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ ആലോചിച്ചിട്ട് അവന് വിഷമമായിട്ട് പിയാനൊക്കെ ആണെങ്കിൽ ഇരുന്ന് വായിക്കുക. ഈ സൗണ്ട് കേട്ടിട്ട് യുഗായും വന്ന് നോക്കുന്നുണ്ട്. അതേയും അവൾ അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. രാത്രി ആയത് നമ്മുടെ ഹീറോ ആണെങ്കിൽ പുതപ്പൊക്കെ അവൾക്ക് പുതപ്പിച്ചു കൊടുക്കുന്നു കേട്ടോ. ചേച്ചി രാവിലെ വന്ന് വിളിക്കുമ്പോഴാണ് ഇവളെ എണീക്കുന്നത് തന്നെ. സോറിയുടെ മോനെ, ഞാൻ ഒരുപാട് നേരം ഉറങ്ങിപ്പോയി, എന്നാലും നീ ഭയങ്കര സ്വീറ്റ് ആയിട്ട് എനിക്ക് പുതപ്പൊക്കെ പൊതിച്ചു തന്നില്ലേന്ന് പറയുമ്പോ ഞാനൊന്നല്ലെന്ന് കുഞ്ഞ് പറഞ്ഞതുമാണ് ഇത് ഹീറോ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലാവുന്നേ. മയങ്ങാണെങ്കിൽ ഇതേ സമയം കമ്പനിയിലോട്ട് വന്നേക്കുക. അസിസ്റ്റന്റ് അടുത്തുനിന്ന് എന്നിട്ട് യുഗായിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. അവള് UK-ലായിരുന്നു ഇത്ര നാൾ ഉണ്ടായിരുന്നത്. സീസനെ കാണാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് നാട്ടിലോട്ട് വന്നേക്കുന്നത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ പെണ്ണിന്റെ മേലെ ഡൗട്ടാണ്. ഹീറോ പറയുമ്പോഴത്തേക്കിന് അസിസ്റ്റന്റ് വരികയാണെങ്കിൽ അതിന് ബോസ് ആരെങ്കിലും ഇതിനു മുമ്പ് വിശ്വസിച്ചിട്ടുണ്ടോന്നാ ചോദിക്കുന്നത്. ഇവൻ അന്നാലും നമ്മുടെ ഹീറോയിന്റെ മേലിൽ നല്ല സംശയമുണ്ട്. CCTV എല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ക്യാമറ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിന് യുഗായി ആണെങ്കിൽ സീസിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് പെട്ടെന്നായിരിക്കും ഓർമ്മ വരുന്നത്, അവനെന്തോ വിൽപ്പത്രം എന്ന് പറഞ്ഞോണ്ടിരുന്നില്ലേ, അത് മിക്കവാറും ഈ വീട്ടിന്റെ ഉള്ളിലായിരിക്കും ഉള്ളത്. അവൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്ന് തപ്പി നോക്കാതെ പറഞ്ഞുകൊണ്ട് വീട് മൊത്തം കടന്ന് തപ്പുന്നു കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ ഇവൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഈ പെണ്ണ് സീസിനെ നോക്കാന്ന് പറഞ്ഞോണ്ടല്ലേ വീട്ടിൽ കയറി പറ്റിയത്. ഇപ്പൊ ഇവളെന്താ വീട്ടിൽ മൊത്തം തപ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹീറോയിൻ ചിന്തിക്കുന്നു കേട്ടോ. അവള് തപ്പി പോകുമ്പോഴത്തേക്കിന് ഒരു ഡോറിലാണെങ്കിൽ ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ മെയിൻ ഡോറിനാണ് ഇങ്ങനത്തെ ലോക്ക് ഇടുക. അപ്പൊ എന്തോ സീക്രട്ട് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ, കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ട് അവളൊരു പൗഡറൊക്കെ എടുത്ത് അതിലിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്പേഴ്സ് എല്ലാം ഇതിനു മുമ്പ് നെക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാലോ. ഏതൊക്കെയൊക്കെ ഈ അമർന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ അവൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കോലിമ്പലടിക്കോ ദൈവമേ ആരെങ്കിലും വന്നതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് പോയി നോക്കുമ്പോഴത്തേക്കിന് ഒരു ഡെലിവറി ബോയ് ആയിരിക്കും. എന്താ നിങ്ങൾക്ക് വേണ്ടിയെന്ന് വെക്കുമ്പോഴത്തേക്കിന് ഇത് പെട്ടെന്ന് ഇവിടെ ഏൽപ്പിക്കാനാ പറഞ്ഞത്, അതുകൊണ്ട് മാം ഒന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കാവോ എന്ന് വെക്കുമ്പോഴത്തേക്കിനും ഇതതിന് അയങ്ങന്റെ പേരിലാണ് വന്നേക്കുന്നത്, അവനിവിടെ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കിനും പ്ലീസ് മാം പെട്ടെന്ന് ഏൽപ്പിക്കണം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് മാം ഒന്ന് സൈൻ ചെയ്യുമെന്ന് വെക്കുമ്പോഴത്തേക്കിന് അവളത് സൈൻ ചെയ്ത് വാങ്ങിച്ചതിന് ശേഷമാണ് ഇത് അവന്റെ ഓഫീസിൽ കൊണ്ട് കൊടുക്കാം. അതാകുമ്പോ അവന്റെ ഓഫീസും കൂടി ഒന്ന് തപ്പാവല്ലോ. ആ വിൽപ്പത്രം അവിടെ എങ്ങാനും ഉണ്ടാവുമെന്നും പറഞ്ഞുണ്ട് അവള് നേരെ അവന്റെ ഓഫീസിലോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കിനും അവിടെ അവനങ്ങ് ഉണ്ടാവില്ല കേട്ടോ. ഇത് തന്നെ തക്കെന്ന് പറഞ്ഞുണ്ട് ചില സ്ഥലങ്ങളൊക്കെ തപ്പിയിട്ട് ഡ്രോ ഒക്കെ തപ്പാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും മായങ്ങ അങ്ങോട്ടേക്ക് വരും. എന്തെവിടെ ചെയ്തെന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് അവളും ഷൂ ലേസ് അഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ കിട്ടാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അതുപോലെ നിനക്ക് ഒരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു, അത് തരാനേ ഞാൻ വന്നേന്ന് പറയുമ്പോഴത്തേക്കിനും എന്തായാലും തന്നില്ലേ, ആ സ്ഥിതിക്ക് നീ പൊക്കോന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞു വിട്ടിട്ട് അവനും എന്തോ ഡ്രോ തുറക്കും കേട്ടോ. അതിനകത്ത് എന്താന്ന് ഇവ കറങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ട് പയ്യെ അവന്റെ അടുത്ത് വന്നിട്ട് അതിങ്ങനെ എത്തി വെളിഞ്ഞ് നോക്കുക കേട്ടോ. അവനും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും രണ്ടുപേരും ഇങ്ങനെ കുറച്ചേരം നോക്കുന്നുണ്ട്. എന്തിനാ നീ ഇപ്പൊ ഈ അടുത്ത് ഈ മുഖം വെച്ച് എന്റെ അടുത്ത് ഇരിക്കുന്നേന്ന് വെക്കുമ്പോഴത്തേക്കിനും അവള് പെട്ടെന്ന് അത് പിന്നെ നിന്റെ തലയിലൊരു പൊടി അത് കളയാനാ വന്നെന്ന് പറയുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, അതുപോലെ നീ എന്റെ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ നിന്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് പൊക്കോന്ന് പറയുമ്പോഴത്തേക്കിനും അതിങ്ങനെ നിന്നെപ്പോലെ ഒരുത്തിന്റെ അടുത്ത് എന്റെ CCനെ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാ, അതുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കിനും ഓ CCനെ നോക്കാണ് നീ എന്റെ വീട്ടിൽ നിൽക്കുന്നത്, പക്ഷെ രാവിലെ മുതല് കുഞ്ഞൊറ്റയ്ക്കാണല്ലോ കളിക്കുന്നത്, നീ എന്റെ വീട് മൊത്തം തപ്പുമല്ലായിരുന്നു വെക്കുമ്പോഴത്തേക്കിനും അതെങ്ങനെ നീ അറിഞ്ഞെന്ന് വെക്കും. ഇതാ ഈ വീഡിയോ നോക്കുന്ന പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണിച്ചത് നീ അപ്പൊ വീട് മൊത്തം ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞോണ്ടാ അവൾ അതെങ്ങനെയെങ്കിലും ഡിലീറ്റ് ആക്കാൻ വേണ്ടിട്ട് പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇവർക്കാണെങ്കിൽ ഒരു കോള് വരും. പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് ഓടിച്ചല്ലോ. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ CC ആണെങ്കിൽ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനെ നോക്കുന്ന ലേഡിയാണെങ്കിൽ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആ ലേഡിന് ഒരുപാട് വഴക്കു പറയുക, ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് അടിക്കുക, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് പറഞ്ഞു വിടുകയും ചെയ്യും. എന്നിട്ട് CCന്റെ അടുത്ത് മോ വിഷമിക്കണ്ട കേട്ടോ, ഇനി ആരും അടിക്കത്തില്ല, ആന്റി ഇനി കുഞ്ഞിനെ നോക്കിക്കൊള്ളാന്നും പറഞ്ഞിട്ട് അവനെ കടത്തി ഉറക്കിയിട്ട് നേരെ ഇവന്റെ അടുത്ത് വരും കേട്ടോ. എന്നാലും നീ CCക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് പെട്ടെന്ന് ഓടി വന്നല്ലോ എന്ന് പറയുമ്പോ പിന്നെ ഞാനല്ലാണ്ട് വേറെ ആര് വരാനാന്ന് അവൻ ചോദിക്കും കേട്ടോ. അതുപോലെ തന്നെ നീ ഈ ക്യാമറ മൊത്തം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നോക്കാനുള്ള പെർമിഷൻ നീ എനിക്കും കൂടി തരുമെന്ന് വെക്കുമ്പോ ആ നിനക്കും കൂടി അത് തരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് പറയുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞത് നീ സമ്മതിച്ചോന്ന് വെക്കുമ്പോഴത്തേക്കിനും മായങ്ങ് പറയാണ് CCക്ക് നീ വേണമെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് കുറച്ച് നാളും കൂടി നീ ഇവിടെ നിന്നോന്ന് പറയുമ്പോഴത്തേക്കിനും നീ ഇങ്ങനൊന്നും പറയുന്ന ഒരാളല്ലല്ലോ, എന്തൊക്കെ പറഞ്ഞാലും നീ ഒന്നും വിട്ടുകൊടുക്കത്തില്ല, പക്ഷെ CCന്ന് വരുമ്പോ മാത്രം എന്താ നീ എല്ലാം വിട്ടുകൊടുത്ത് സംസാരിക്കുന്നു വെക്കുമ്പോ അവൻ മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് അതുകൊണ്ടാന്ന് പറയാട്ടോ. ഇത് കേട്ടത് യുഗായിക്ക് ഒരുമാതിരിയാവും. മയങ്ങും എന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കിനും മഴ ഇടിയൊക്കെ വരുവാട്ടോ. ഇടിയുടെ ശബ്ദം കേട്ടത് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയായിട്ട് ഒരു പെട്ടിയുടെ ഉള്ളിൽ പോയിട്ട് കിടക്കുവാട്ടോ. ഇതാണെങ്കിൽ ഹീറോയിൻ ശ്രദ്ധിച്ചിട്ട് നിനക്കെന്താ പറ്റിയ, നീ എന്തിനാ ഇതിന്റെ ഉള്ളിലൊക്കെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അവനും മര്യാദയ്ക്ക് ഇവിടുന്ന് പോന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവള് ഓടിച്ചു വിടും കേട്ടോ.
അവള് എന്നിട്ട് സീസിന്റെ അടുത്ത് വന്ന് കിടക്കുവാണ്. ഒക്കെ കുറഞ്ഞത് മയങ്ങ ഓക്കെ ആയിട്ട് വന്ന് നോക്കുവാട്ടോ സീസിനെ. അപ്പൊ അവനാണെങ്കിൽ ഉറക്കത്തിൽ ഇങ്ങനെ നടക്കുക. എടാ മോനെ നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാലോ ഒരു റിപ്ലൈ ഇല്ല. അതിനുശേഷമാണ് ഉറക്കത്തിൽ അവൻ അറിയാതെ നടക്കുന്നതെന്ന് മായ ഇങ്ങനെ മനസ്സിലാവുന്നേ. കുഞ്ഞിനെ എടുത്തോണ്ട് അവിടെ കൊണ്ട് കടത്തുന്നുകൊണ്ട് ഇവളും ഇങ്ങനെ താഴെ കിടക്കാണല്ലോ, അന്ന് എടുത്ത് കിടത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് മയങ്ങാണെങ്കിൽ യുഗായിനെ എടുക്കുമ്പോഴത്തേക്കിന് അവളൊന്ന് ചെറിയത് ഇവിടെ കുറച്ച് ക്ലോസ് ആയി പോവാട്ടോ. ഇത് കണ്ടത് മായങ്ങനെ ഒരുമാതിരി ആവുക. അതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇട്ടിട്ട് അവനങ്ങ് പോവുകയും ചെയ്യും. ഇപ്പൊ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ എണീച്ച് നോക്കുമ്പോഴത്തേക്കിനും സീസിനെ അടുത്ത് കാണുന്നുണ്ടാവില്ല. കുഞ്ഞെവിടെ പോയിന്നും പറഞ്ഞുണ്ട് ഹാളിലോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കിന് മായങ്ങാണെങ്കിൽ സീസിന്റെ കാലും പിടിച്ച് ഇരിക്കുവാട്ടോ. അവനും ഉറങ്ങിയിട്ടൊന്നുമില്ല. കണ്ണ് കണ്ടാലേ അറിയാം എന്തിപ്പോ ഇവിടെ പറ്റി നോക്കുമ്പോഴത്തേക്കിനും എന്റെ വരാണെങ്കിൽ ഒന്നും പറ്റില്ലല്ലോ, എല്ലാം ഓക്കെ ആന്റി എന്നൊക്കെയാണെങ്കിൽ പറയാട്ടോ. അവള് എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മായങ്ങ കുളിച്ചിട്ട് വരുന്ന കാണുക. ഇന്നലെ നൈറ്റ് ഒന്ന് ഉറങ്ങിയില്ലേ നോക്കിയവാ. അവന് പറയാണ് എവിടെ ഉറക്കിയിട്ട് വേണ്ട ആ സീസി, അവന് ഉറക്കത്തിൽ ഇങ്ങനെ ചുമ്മാ നടക്കുവാടേ, അവനെ ഇങ്ങനെ പിടിച്ചു വെക്കണ്ട, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറയുമ്പോ ഇവളാണെങ്കിൽ ചിരിക്കട്ടോ. ഇത് സാധാരണയായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. കുഞ്ഞിങ്ങനെ ഉറക്കത്തിൽ നടക്കുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ട്, നീ ഒന്ന് സീസിനെ വൈകുന്നേരം കാണിക്കണം എന്ന് പറയുമ്പോഴത്തേക്കിനും യുഗായി ഓക്കെ പറയൂട്ടോ. എന്നിട്ട് ഇവര് മൂന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കിനും കുഞ്ഞ് പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ വയ്യ, അത് ഈ കരടിയുടെ മോന്തം കണ്ടോട്ടെ, എവിടെയെങ്കിലും പോയാലോ ആന്റി എന്ന് വെക്കുമ്പോഴത്തേക്കിനും ഹീറോ ആണെങ്കിൽ ഇത് കേട്ടത് ഇത് നോക്കിക്കേ എന്നെ കരടി എന്നൊന്നും വിളിക്കാൻ പാടില്ല, എന്നെ അങ്കിൾ എന്ന് വിളിച്ചെന്ന് പറയുമ്പോഴത്തേക്കിനും അതൊന്നും പറ്റത്തില്ലെന്നാണ് കൊച്ചു പറയുന്നത്. കൂടെ നമ്മുടെ ഹീറോയിനും കൂടും. കുഞ്ഞല്ലേ അവന് ഇഷ്ടമുള്ളത് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ആയതും കുഞ്ഞിനും കൂടെ ഹോസ്പിറ്റലിൽ കാണിക്കട്ടോ. ഡോക്ടറാണെങ്കിൽ അവന് വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ അവൻ ഭയങ്കര വിഷമത്തിലായോണ്ട് ഇങ്ങനെയൊക്കെ ഉറക്കത്തിൽ നടക്കുന്നത്, അവനെ ഹാപ്പി ആയിട്ട് വെക്ക്, ബീച്ചിലോ പാർക്കിലോ മറ്റോ കുഞ്ഞിനെ കൊണ്ടേ മതി, അവന് ഓക്കെ ആവുമെന്ന് പറയും. അതുപോലെ ഡോക്ടർ എനിക്ക് അറിയുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പേടി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉള്ള പോലെ തോന്നുക, അതൊക്കെ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുമ്പോ ആദ്യം കുറച്ച് ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് നോക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അപ്പൊ മയങ്ങിനെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലേ, അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും ആരും പറഞ്ഞു കൊടുക്കാൻ പാടില്ലെന്ന ഇന്നെന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പൊ മയങ്ങ എപ്പോഴും നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പേഷ്യന്റ് ആയിട്ടുള്ളതല്ലേ, അപ്പൊ എല്ലാം അറിയാലേ എന്നൊക്കെയാണെങ്കിൽ ഹീറോയിനും പറയുന്നുണ്ട്. ഹീറോയിന് ഇതിനോടൊരു കാര്യം മനസ്സിലായി, നമ്മുടെ മയങ്ങിന് എന്തോ വലിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അവനെ ആണെങ്കിൽ കടയിലോട്ട് പറഞ്ഞു വിടുവാണ്, എന്തോ സോസ് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട്. അവിടെ ചെന്നാൽ അവനെ ടോർച്ചർ ചെയ്യുക, അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇട്ട് വട്ടം കറിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം വാങ്ങിച്ച് മയങ്ങ തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഇവര് കഴിക്കുമായിരിക്കും. എനിക്ക് ഫുഡ് കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ ആദ്യം ഈ ബൗളൊക്കെ കിച്ചണിൽ കൊണ്ട് വെച്ചിട്ട് നിന്റെ ചോപ്പ് സ്റ്റിക്ക് അവിടെ കിച്ചണിലുണ്ട് അത് എടുത്തോണ്ട് വാന്ന് പറയുമ്പോഴത്തേക്കിനും ഇവനെ ഓർഡർ ചെയ്യുന്ന പോലെ തോന്നുക കേട്ടോ. അതുകൊണ്ട് അവനും പറയുന്നുണ്ട് ഇത് നോക്കിക്കേ, ഒരു മാസം നിന്നെ സീസിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയേക്കുന്നത്, അല്ലാതെ എനിക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണേ. എന്റെ ചോപ്പ് സ്റ്റിക്ക് എന്തേന്ന് നോക്കുമ്പോ അതെല്ലാം കുറച്ചു മുമ്പ് പറഞ്ഞ കിച്ചണിലിടുന്ന് പോയി എടുത്തോന്ന് പറയാട്ടോ. ഇവളേക്ക് വീട്ടിൽ കയറ്റി എന്നെ വേണം പറയാനൊന്നും പറയണ്ട. അവനും പോകുന്നത് ഇതൊക്കെ കാണുമ്പോ സീസിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിര അവളും എടുത്തോട്ട് വന്നിട്ട് ഇന്ന് ഈവനിങ് ഞാനും സീസിയും പാർക്കിൽ പോയാലോന്നുണ്ട്, അതുകൊണ്ട് നീയും വരുന്നെങ്കിൽ വാ, കാരണം സീസി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. നീ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, എന്നാലും ഒന്ന് വരാൻ നോക്കുമെന്ന് പറയുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ ഞാൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും വരത്തില്ല പൊതുവെ, അതുപോലെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പൈസ വേണമെങ്കിൽ എൻ്റെ ATM കാർഡ് ഉണ്ട്, എത്ര വേണമെങ്കിലും ചിലവഴിക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. എന്നെ ഇവൻ്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഇന്ന് ഞാൻ ലീവാന്ന് പറയാണ്ട് അസിസ്റ്റന്റ് പറയുന്നുണ്ട് എടാ വൈകുന്നേരം കുറെ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെന്ന്, എന്നാലും അവൻ വരത്തില്ലെന്നാ പറയുന്നേ. അങ്ങനെ വൈകുന്നേരം ആയത് ഇവരെല്ലാരും കൂടി ആണെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്കിലോട്ടാണ് വന്നിരിക്കുന്നത്. മൂന്നുപേര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സീസിക്ക് ആണെങ്കിൽ നമ്മുടെ ഹീറോ വലിയ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ പോയാൽ ചെറുതായിട്ടൊന്നും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അവരെല്ലാരും കുറെ റൈഡിൽ പോകുന്നുണ്ട്. നമ്മുടെ സീസിയും ഹീറോയിനും ആണെങ്കിൽ വലിയ വലിയ റൈഡ്സിൽ പോണെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചത് അതിനകത്ത് കയറുമ്പോഴത്തേക്കിനും ഇവന് ഭയങ്കര പേടിയാവും കേട്ടോ. അവരെ റൈഡിന് പോകുന്നെങ്കിൽ ഇവൻ പോയ പോലെയാണ് അവന്റെ കളിയൊക്കെ. അവൻ പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഇവര് വരുവാണ്. എന്നാ നിനക്ക് പറ്റുന്ന എന്തെങ്കിലും വേർതിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവര് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. സീസി വരികയാണെങ്കിൽ റൈഡിന് പോയത് ഞങ്ങളാണെങ്കിലും പേടിച്ചിരിക്കുന്ന നിങ്ങളാണല്ലോ, എങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അതേപോലെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കിനും യുഗായി വരികയാണെങ്കിൽ മയക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ടടാന്ന് പറഞ്ഞൊരു സാധനമാണെങ്കിൽ എടുത്ത് കാണിക്കാട്ടോ. ഇത് വെച്ച് എന്തായാലും സീസിക്ക് നിങ്ങൾ ഇഷ്ടമെന്ന് പറയുമ്പോഴത്തേക്കിന് ചുമ്മാ പറയില്ലെന്ന് പറയുമ്പോൾ സത്യമായിട്ട് സീസിക്ക് ഇഷ്ടമാവുമെന്ന് പറഞ്ഞിട്ട് അവന്റെ തലയിലോട്ട് അത് എടുത്ത് വെക്കുക കേട്ടോ. സീസി വരികയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ എന്ന് പറയും. ചുമ്മാ എന്നെ കളിയാക്കലെന്ന് പറയുമ്പോൾ അല്ലെന്നേ നല്ല രസമുണ്ടെന്ന് കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവിടെ ബോധം കെട്ടി വീഴുക.
പെട്ടെന്ന് തന്നെ ഇവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഡോക്ടറും ചെക്ക് ചെയ്തിട്ട് പറയാണ് കുഞ്ഞിന് പീനട്ട് ജാമാണെങ്കിൽ കൊടുത്തിട്ടുണ്ട്, പീനട്ട് അവന് അലർജി, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയും കേട്ടോ. ഇത് കേട്ടത് ഹീറോയിന് ഭയങ്കര വിഷമാവുകയാണ്. ഞാൻ കാരണമാണ് എല്ലാം ആയെന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഇവർ ഓർഡർ ചെയ്തിട്ടില്ല, അത് അറിയാതെ ഓർഡർ മാറി ഇവരുടെ ടേബിളിലോട്ട് വന്നപ്പോൾ കുഞ്ഞെടുത്ത് കഴിച്ചായിരിക്കും കേട്ടോ. താനായിട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് യുഗായി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കണ്ടത് അവനും പറയാണ് ഇത് നോക്കിക്കേ, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നീയാന്ന് പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്, ആ ഓർഡർ മാറിപ്പോയതല്ല, ആ വെയിറ്റിന്റെ തെറ്റാണത്, അത് നിന്റെ ഒന്നും അല്ലെന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ നീ തന്നെയാണ് ഈ സംസാരിക്കുന്നത്, അതും എന്നെ കംഫർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ എന്താ സംസാരിക്കുന്നത് നോക്കുമ്പോഴത്തേക്കിനും അവനും അത് മനസ്സിലായിട്ട് എന്നാ പിന്നെ ശരി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നേരെ ഓഫീസിലോട്ട് പോന്നേ. അസിസ്റ്റന്റ് ആണെങ്കിൽ അപ്പൊ കുറച്ച് ഫയൽസ് ആയിട്ട് വരുക, ഇതെന്തായാലും നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും ഇവന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അതായത് നമ്മുടെ യുഗായിയുടെ ചേട്ടനാണെങ്കിൽ ഇവന്റെ ചേച്ചിയുടെ അക്കൗണ്ട് ഇത് ഒരുപാട് പൈസയൊക്കെ ആണെങ്കിൽ എടുത്തിട്ടുണ്ട്. അതെന്തിനായിരിക്കും, ചിലപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ചേച്ചിനെ മനഃപൂർവ്വം കൊല്ലാൻ ട്രൈ ചെയ്തതായിരിക്കോ ഇവളുടെ ചേട്ടൻ എന്നൊക്കെയാണ് ഇവൻ മനസ്സിൽ വിചാരിക്കുന്നത് കേട്ടോ. അതേസമയം ചേച്ചിനെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അവനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നേരത്ത് അങ്കിൾ എന്താ വരാത്തേന്ന് നോക്കിയോ, അവൻ ബിസി ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് എന്തായാലും വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് വീട് തുറക്കുമ്പോഴത്തേക്കിന് ഇവനവിടെ ഓൾറെഡി ഉണ്ടാവും. അങ്കിൾ എന്ന് ഞങ്ങളുടെ കൂടെ വരാതിരുന്ന് നോക്കുമ്പോഴത്തേക്കിന് നിനക്കൊരു സർപ്രൈസിന് വേണ്ടിയാന്ന് പറഞ്ഞിട്ട് കുറെ ടോയ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ പുതിയതാണോ നോക്കുമ്പോ അല്ല ഇതൊക്കെ നിന്റെ തന്നെയാണ്, നിനക്ക് ഈ വീട്ടിൽ ആരും അറിയത്തില്ലല്ലോ, അപ്പൊ അറിയുന്നതായിട്ട് നിന്റെ ടോയ് എങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന് പറയുമ്പോ കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പറഞ്ഞു കാണും ഈ വീട്ടിൽ ആരും ഇവനെ അറിയത്തില്ല, ആ പാടെ എന്നെ മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ ചോദിച്ചു കാണും. അപ്പൊ ഇവൻ അറിയുന്ന സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് തന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ആ പ്ലാൻ എന്നൊക്കെയാണ് നമ്മുടെ ഹീറോ വിചാരിച്ചേക്കുന്നത് കേട്ടോ. അത് കഴിയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവിടെ ഒരു പാവ കണ്ടത് അവളിങ്ങനെ വിഷമിച്ചിരിക്കുക. എന്താ നിനക്ക് പറ്റിയെന്ന് ഹീറോ ചോദിക്കുമ്പോഴത്തേക്കിനോ അവളും പറയാണ് ഇതേപോലെ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് നിന്റെ ചേച്ചിയും എൻ്റെ ചേട്ടനും ആണെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്ന ഒരു പാർട്ടിയൊക്കെ തന്നായിരുന്നു, അന്ന് അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഫയൽ കാണിച്ച് അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇവിടേക്ക് വന്നത്. ഇവളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടത് അതൊക്കെയാണ് എടുത്തു വെച്ചിട്ട് അവളോട് പറയാം ചേച്ചിക്കാണെങ്കിൽ പുതിയ കിൻഡർ ഗാർഡനിൽ ഞാൻ അഡ്മിഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നാളെ തൊട്ട് അവൻ അവിടെ പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്റെ കിൻഡർ ഗാർഡനിൽ അവനെ പറഞ്ഞു വിടാനോ, ഇതൊക്കെ എന്നോട് ഒരു പെർമിഷൻ ചോദിക്കുന്നതാണ്, നീ ആയിട്ട് അങ്ങ് തീരുമാനം എടുക്കുമെന്ന് നോക്കുമ്പോഴത്തേക്കിനും അതിനിപ്പോ എന്താ തീരുമാനം എടുക്കാൻ മാത്രം, എന്തായാലും അവനും കിൻഡർ ഗാർഡനിലല്ലേ പഠിച്ചോണ്ടിരുന്നത്, അവിടെ പോണ്ടല്ലേ, അവൻ പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും എങ്ങനെ അവൻ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുക, അവന്റെ ഈ മാനസിക സ്ഥിതിക്ക് അവന് പിള്ളേരൊന്നും ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അവൻ എന്തോ ഒരു വിഷമാവും, അതുകൊണ്ട് അവനെയൊന്നും അവിടേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്ത, ഒന്നാമത് നമ്മുടെ സീസണിൽ നീ ഒരുപാട് കൊഞ്ചിക്കുന്നുണ്ട്, ഇങ്ങനെ കൊഞ്ചിച്ച് വീട്ടിലിരുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാവി തന്നെ നീ ഇല്ലാണ്ടാക്കുമെന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ ഭാവി ഇല്ലാണ്ടാക്കേണ്ടതല്ലേ, അവന് കിൻഡർ ഗാർഡനെ പറഞ്ഞു വിട്ട അവന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന എന്നെ കൊണ്ട് കാണാൻ പറ്റത്തില്ല, നിനക്കാണെങ്കിൽ ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല, കുഞ്ഞിനെ നോക്കാനും നിന്നെ കൊണ്ട് പറ്റത്തില്ല, സീസിക്ക് ആപ്പാട് ഞാനേ ഉള്ളൂ, അവനെ ആരും വെറുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നീ പറയുന്നതെല്ലാം കറക്റ്റ് ആണ്, എന്റെ അടുത്തും ചില തെറ്റുകളൊക്കെ ഉണ്ട് എന്ന് വെച്ച് കുഞ്ഞിന്റെ ഭാവി നമ്മൾ നോക്കണ്ടേ, അവന് ഒരുപാട് ഫ്രണ്ട്സ് വേണ്ട, അവനും മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ പറ്റണ്ടേ, വീട്ടിൽ തന്നെ ഇരുന്ന് അവന് ഇതൊക്കെ പറ്റുമോ, അതുകൊണ്ട് അവന് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും അവള് പറയാം ഒരു കാര്യം ചെയ്യാം, നാളെ ഒരു ദിവസം കിൻഡർ ഗാർഡനിൽ അവനെ പറഞ്ഞു വിടാം, അതിനുശേഷം അവന് പോവാൻ താല്പര്യമില്ലെങ്കിൽ അവനെ അവിടേക്ക് വിടാൻ പാടില്ലെന്ന് പറയുമ്പോൾ അവന് ഓക്കെ പറയും. അങ്ങനെ അടുത്ത ദിവസം സീസീനെയും കൊണ്ട് കിൻഡർ ഗാർഡനിൽ പോകുമ്പോഴത്തേക്കിനും കുഞ്ഞാണെങ്കിൽ പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരേ ഭാഷയാണ് എനിക്ക് പോകേണ്ട ഇവിടേക്കെന്ന് പറഞ്ഞിട്ട്, അതെന്താ അങ്ങനെ ധൈര്യമുള്ള കുട്ടികളൊക്കെ ഇവിടേക്ക് പോകുന്നു പറയുമ്പോഴത്തേക്കിന് എനിക്ക് ഒട്ടും ധൈര്യമില്ലെന്നാണ് കുഞ്ഞ് പറയുന്നത്, നിനക്കെന്ന് അത്രമേൽ ഇവിടെ വരാൻ ഇഷ്ടമല്ലാത്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനാണ് കുഞ്ഞ് കാര്യം പറയുന്നത്, കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് എൻ്റെ പാരൻസ് എന്നെ വിട്ടു പോയത്, അതുകൊണ്ട് എനിക്കിവിടെ വരുന്നതിന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴത്തേക്കിന് ഹീറോയിന് പറയുന്നുണ്ട് ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല, എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെ നിൽക്ക്, എന്തായാലും ഞാനും പിന്നെ അങ്കിളും ഒരുമിച്ച് നിന്റെ ഇന്ന് കൂട്ടാൻ വരാമെന്ന് പറയുമ്പോഴത്തേക്കിനോ ഉറപ്പായിട്ട് നിങ്ങൾ വരുമല്ലോ എന്ന് പറയുമ്പോൾ അവനെ പ്രോമിസ് ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രമാണ് കുഞ്ഞ് അവിടെ നിൽക്കാൻ തീരുമാനം എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവരും വീട്ടിൽ വരുവാണ്, ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ യുഗായി ആണെങ്കിൽ സീസിനെ തന്നെ വിളിച്ചോണ്ടിരിക്കുക, മോനെ നീ എവിടെയാവാ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹീറോ അവിടേക്ക് വന്നിട്ട് നീ എന്താ മറന്നു, അവനിപ്പോ കിൻഡർ ഗാർഡനിലാന്ന് പറയുമ്പോ ഓ ഞാൻ മറന്നു, എപ്പോഴും അവനുള്ളതായിട്ട് എന്റെ മനസ്സില് അവൻ എനിക്കിപ്പോ ഒരുപാട് മിസ്സാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ അവളെ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നിനക്കൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തൂടെ, ഞാൻ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പറയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് യുഗായിക്കാണെങ്കിൽ ഒരു ഐഡിയ വരട്ടെ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നേരെ സീസി ഉള്ള കിൻഡർ ഗാർഡനിലോട്ട് വന്നിട്ട് അവിടെയുള്ള ലേഡിയോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു ജോലി വേണം, ഇവിടെ കുട്ടികൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അധികം ശമ്പളം ഒന്നും വേണ്ട എന്നൊക്കെ എത്രയൊക്കെ യുഗായി സംസാരിച്ചാലും
ആ ലേഡി ആണെങ്കിൽ ഒരുപാട് ജോലിക്കാർ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെ വേണ്ടാന്ന് തന്നെ പറയാം കേട്ടോ. അവൾ അതിന്റെ വിഷമത്തിൽ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ സീസിനാണെങ്കിൽ ഒരുപാട് പിള്ളേര് ദ്രോഹിക്കുന്നൊക്കെ കാണുക. പിള്ളേരൊക്കെ അടിച്ചു മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് സീസിനെ ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് സീസിനെ മാറ്റി എഴുതിയിട്ട് എന്തിനാ ഇവര് കുഞ്ഞിനെ കളിയാക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് എനിക്ക് അമ്മയച്ഛനൊന്നും ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ കളിയാക്കുന്നതെന്ന് പറയും. നിനക്ക് പാരന്റ്സ് ഇല്ലെന്ന് ആരെ പറഞ്ഞെന്ന് വെക്കുമ്പോഴത്തേക്കിനും ഞാൻ തന്നെ പറഞ്ഞത് എന്റെ അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. സത്യം മാത്രം പറഞ്ഞാൽ നമുക്ക് നല്ല കൂട്ടുകാർ കിട്ടുന്നതാണ്. സത്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. അപ്പൊ എന്റെ അമ്മ എന്നോട് കള്ളം പറഞ്ഞാലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഈ ഗായിക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയില്ല. കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും ആ ലേഡി ആണെങ്കിൽ വേറൊരാളോട് സംസാരിക്കുന്നത് കാണുക. ഈ യുഗായി ആണെങ്കിൽ ഇവിടെ ജോലി താന്നും പറഞ്ഞിട്ട് നമ്മളോട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാൽ മായങ്ങാണെങ്കിൽ ഇവക്ക് ഇവിടെ ജോലി കൊടുക്കാനേ പാടില്ലെന്നാ പറഞ്ഞേക്കുന്നത്. എന്നൊക്കെ ഇവക്ക് ജോലി കിട്ടാത്തത് മായങ്ങാന്ന് അറിഞ്ഞത് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക. നീ നല്ലവനെ പോലെ അഭിനയിക്കായിരുന്നല്ലേ, എന്നെ സീസിനെ നീ എത്രത്തോളം അകറ്റി നിർത്താനല്ലേ നീ നോക്കുന്നതെന്ന് എനിക്കറിയാം. അതുപോലെ നീ എന്താ റെസ്റ്റോറൻറ്റ് പ്ലാനൊക്കെ പറഞ്ഞല്ലോ, നീ ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കാല്ലേ, ബിസിനസ് ഫാമിലിയിൽ നീ ഒന്നായിട്ടല്ലേ കാണുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് ഞാൻ ഒരിക്കലും ഫാമിലിയും ബിസിനസ്സിനും ഒന്നായിട്ടല്ലേ കാണുന്നത്. അതൊക്കെ കണ്ടേക്കുന്നത് നിന്റെ ചേട്ടൻ ഇത് നോക്കുന്നു പറഞ്ഞിട്ട് ഫയൽസ് ഒക്കെ കാണിക്കോട്ടോ. ഇതൊക്കെ എന്താ നോക്കുമ്പോഴത്തേക്കിനും എന്റെ ചേച്ചിനെ കൊന്നത് നിന്റെ ചേട്ടനാണെന്ന് പറയാട്ടോ. അതെങ്കിലും നീ പറയുന്നത് നോക്കുവാ, ആദ്യം നീ ഒന്ന് വായിച്ചു നോക്ക്. അതിനകത്തുള്ളതൊക്കെ എന്താണെന്നറിയോ, നിന്റെ ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ ചേട്ടൻ ഒരുപാട് പണമൊക്കെ ആണെങ്കിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിന്റെ അക്കൗണ്ടിൽ നിന്ന് കുറേ എടുത്തിട്ടുണ്ട്. നിന്റെ ചേട്ടന്റെ ബിസിനസ് ഒക്കെ ലോസ് ആയതുകൊണ്ട് എൻ്റെ ചേച്ചിനെ പിടിച്ച് ടോർച്ചർ ചെയ്തിട്ടാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ അവസാനം എൻ്റെ ചേച്ചിനെ നിന്റെ ചേട്ടൻ കൊന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഹീറോയിൻ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സ് കാണിച്ചുകൊണ്ട് മാത്രം എൻ്റെ ചേട്ടൻ ഒരിക്കലും നിന്റെ ചേച്ചിനെ കൊന്നൊന്നും വരത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ചേട്ടൻ തന്നെയാണ് എൻ്റെ ചേച്ചിനെ കൊന്നത്. നിന്റെ ചേട്ടനൊക്കെ മരിക്കുന്നതിനെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അടി കൂടുക. അവൾ ഒരുപാട് കരഞ്ഞൊക്കെ പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ ഒരിക്കലും അങ്ങനെയൊക്കെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോ ആണെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ്, സിസിക്ക് എന്തെങ്കിലും നീ കാരണം കൂടി സംഭവിക്കും, അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞിട്ട് അവളെ ആണെങ്കിൽ അവിടുന്ന് പിടിച്ച് പുറത്താക്കോട്ടോ. ഇതാണെങ്കിൽ സിസി കണ്ടതും ആന്റി ഇവിടെ പോകും, ആന്റി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ആന്റിയൊക്കെ പോട്ടെ, മോന് അങ്കിളില്ലേന്ന് പറഞ്ഞാല് കുഞ്ഞാണെങ്കിൽ ആന്റി ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, ആന്റി വേണം വേണം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ബഹളമാണ്. അതുകൊണ്ട് അവളെ തിരിച്ച് വിളിച്ചേ പറ്റുള്ളൂ. പുറത്താണെങ്കിൽ ഇടിയൊക്കെ വിട്ടു കേട്ടോ. ഇടി വന്നാലേ അവന് പേടിയാണല്ലോ. അതുകൊണ്ട് അതൊക്കെയാണെങ്കിൽ കടിച്ചമർത്തി നേരെ മഴയത്ത് ഓടി പോവാട്ടോ. അവളാണെങ്കിൽ അവിടെ മഴയെത്തിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അവന് ഓടി വന്നിട്ട് ഈ മഴയത്ത് നീ എന്താ ചെയ്യുന്ന, വാ വീട്ടിലോട്ട് പോവാന്ന് പറയുമ്പോഴത്തേക്കിനും ഞാനൊന്നുമില്ല വീട്ടിലോട്ട്, നീ അല്ല എന്നെ അടിച്ച് പുറത്താക്കിയെന്ന് പറയുമ്പോഴത്തേക്കിനും അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് തെറ്റാണ്, ഇപ്പൊ വീട്ടിൽ പോകാന്ന് പറയുമ്പോഴത്തേക്കിനും എന്നെ വിശ്വാസമില്ലാത്തവരുടെ കൂടെ ഞാൻ ഒരിക്കലും നിൽക്കത്തില്ല, ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ മായങ്ങും കുറെ അവളെ വിളിച്ചും പിടിച്ചൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് അവള് വരത്തില്ല കേട്ടോ. പെട്ടെന്ന് അവനാണെങ്കിൽ അവളെ ഹക്ക് ചെയ്തിട്ട് കിസ്സൊക്കെ ചെയ്യുക. അവള് കുറച്ചൊക്കെ പിടിച്ച് മാറ്റി നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് കരയാനൊക്കെ തുടങ്ങുക കേട്ടോ. വീട്ടിൽ എങ്ങനെയൊക്കെ ഇവളെ കൂട്ടിക്കൊണ്ട് വരുക. നേരത്തെ നടന്ന അടിയൊക്കെയാണ് അവളുടെ മൈൻഡിൽ വരുന്നത് കേട്ടോ. ഹീറോ ആണെങ്കിൽ റൂമിന്റെ അടുത്തോട്ട് വന്നത് സീസി ആണെങ്കിൽ എൻ്റെ ആന്റിയുടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ആന്റിയുടെ സംരക്ഷിക്കാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോ പറയാണ് നിന്റെ ആന്റിനെ ഞാനൊന്നും ചെയ്യത്തില്ല, അവളെ സംരക്ഷിക്കാൻ തന്നെ ഞാനും നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിൻ അവിടേക്ക് വരും കേട്ടോ. സീസിനെ അവിടെ കൊണ്ട് ഇരുത്തുകയും ചെയ്യും. അവനെ ഉറക്കാൻ നേരത്തായിരിക്കും. അപ്പൊ പുറത്ത് നല്ല മഴ ഇടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇടി വന്നാല് നമ്മുടെ മായങ്ങനാണെങ്കിൽ പേടിയാണല്ലോ. ഇത് അറിഞ്ഞത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അകത്ത് വന്നിട്ട് ഏതായാലും നീ ഒന്ന് സേഫ് ആയിട്ട് ഇരുന്നോന്ന് പറയുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ സോറി എന്ന് പറയും. എന്തിനാ സോറി, ഞാൻ അതൊക്കെ മറന്നു എന്ന് പറയുമ്പോൾ എന്നാലും ആ റോട്ടിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, സോറി എന്ന് പറയും. യുഗായി പെട്ടെന്ന് ചോദിക്കാണ് ഈ ഇടിയും മഴയൊക്കെ വരുമ്പോൾ നിനക്ക് എന്താ പറ്റുന്നത്, നിന്റെ പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അവനും പറയാണ് ഇതേപോലെ ഒരു ഇടിയും മഴയുള്ള ദിവസം എൻ്റെ വീട്ടിലെ ഗ്യാസ് ആണെങ്കിൽ പൊട്ടിത്തെറിച്ചു, അതിലെൻ്റെ അമ്മയും അച്ഛനെയൊക്കെ മരിച്ചു. അന്ന് എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കുന്നതിന് പകരം എൻ്റെ അമ്മേനെ എല്ലാവരും കൂടി രക്ഷിച്ചത്, ഞാനുള്ളതുകൊണ്ട് എന്നെയാണ് എല്ലാവരും രക്ഷിച്ചത്. ആ സ്ഥാനത്ത് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇപ്പം ജീവനോട് ഇരുന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും കുറ്റബോധം എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ കാര്യം എൻ്റെ ചേച്ചിക്കാര്യം നിൽക്കുമ്പോൾ ഇല്ല അവൾക്കിതൊന്നും അറിയത്തില്ല, അവളുടെ മുന്നിൽ പിന്നെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവളിൽ നിന്ന് മാറി തന്നെ നിന്നത്, അവളുടെ അടുത്ത് ഞാൻ വരണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾക്ക് ഇത്രയും വിഷമം ഉണ്ടായിട്ടും എനിക്ക് അവസാനം പോലെ അത് അറിയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഒരിക്കലും നിന്റെ സിസ്റ്റർ വിഷമിച്ചിട്ടേ ഇല്ല. കാരണം ലാസ്റ്റിന്റെ ബർത്ത്ഡേക്ക് വരെ അവള് നല്ല സന്തോഷത്തിലായിരുന്നു. അതുപോലെ തന്നെ എന്റെ ചേട്ടന്റെ ബിസിനസ് അത്ര ലോസിലൊന്നല്ല പോയത്, നന്നായിട്ട് തന്നെ പോയത്. അക്കൗണ്ടിൽ നിന്ന് പൈസ ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ കമ്പനിയിൽ നിന്ന് നല്ലോണം പൈസ എടുത്തിട്ടുണ്ട്. ഇതൊന്നും എന്റെ ചേട്ടൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇതൊക്കെ ആരെടുത്ത് നിൽക്കി എനിക്ക് അറിയണം. അതുകൊണ്ട് ഓഫീസിലൊന്ന് ഞാൻ നാളെ പോയി നോക്കാനും പറഞ്ഞുകൊണ്ട് ഹീറോയുടെ അസിസ്റ്റന്റ് കൂടിയാണ് ഓഫീസിൽ വരുന്നത്. ഇവരുടെ ആഡ് ഗാലറി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഒരുത്തനാണെങ്കിൽ അകത്തോട്ട് കയറുന്നുണ്ട്. ഇവളാണെങ്കിൽ മറിഞ്ഞു നിൽക്കുകയും ചെയ്യും. ഇത് സത്യത്തിൽ നമ്മുടെ ഹീറോന്റെ അങ്കിളായിരിക്കും കേട്ടോ. അയാൾ അവിടെ വന്നിട്ട് ഇവിടുത്തെ ഓണേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ മരിച്ചു പോയ സ്ഥിതിക്ക് ഈ കമ്പനി ഞാൻ ഏറ്റെടുത്ത് നടക്കാനാണ് എന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടുത്തെ ഒരു ഷെയർ ഹോൾഡർ ആയിരിക്കും എന്ന് വെച്ച് കമ്പനി മൊത്തം നിങ്ങൾക്ക് എഴുതി വാങ്ങിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ
എന്താണ് മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? മായങ്ങൻ അങ്കിളല്ല ഞാൻ, അപ്പൊ അവൻ എനിക്കിത് തരാതിരിക്കോ? എന്നാലും ഞാൻ അന്വേഷിച്ചതെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിൾ അവിടുന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് സീസനെ കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ്. കുഞ്ഞിന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇത് ആരോടും പറയാൻ പാടില്ലെന്ന് പറയും. അപ്പത്തേക്കിന് അസിസ്റ്റന്റ് ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ഇടയിൽ സീക്രട്ട് എന്നൊക്കെ ഹീറോ ചോദിക്കുമ്പോഴത്തേക്കിന് അതൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് കുഞ്ഞു പറയും. നീ കൈ കഴിക്കില്ലല്ലോ, അപ്പൊ നമുക്ക് കൈ കഴുകാന്നും പറഞ്ഞിട്ട് മായങ്ങാണെങ്കിൽ സീസനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കിന് അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കും. ഒരു ഫയലാണെങ്കിൽ എടുത്ത് കൊടുക്കാട്ടോ. ഇതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഇത് മായങ്ങന്റെ തന്നെ എനിക്ക് കൊടുക്കായിരുന്നു, പക്ഷെ എന്നെക്കൊണ്ട് അത് പറ്റില്ല, അതുകൊണ്ട് തന്നേന്ന് പറയും. അതിനകത്ത് എന്താന്ന് വെച്ചാ നമ്മുടെ ഹീറോയിന്റെ ചേട്ടനും ഹീറോയിന്റെ ചേച്ചിയും കൂടിയാണെങ്കിൽ ഒരു കാറിൽ പോകുമ്പോഴാണ് ആക്സിഡന്റ് പറ്റി മരിക്കുന്നത് കേട്ടോ. ഇവർ ഓടിച്ച കാർ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോന്റെ ആയിരുന്നു. ഇതൊക്കെ അറിഞ്ഞത് ഹീറോയിൻ തന്നെ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് പറയാണ് അവന്റെ കാർ എടുത്തോണ്ട് അവന്റെ ചേച്ചി പോയിട്ട് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് അറിയുന്നുണ്ട്, അവൻ കാരണമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ വിഷമിച്ചിരിക്കും. അതുകൊണ്ട് എനിക്ക് അവന്റെ കയ്യിൽ ഈ ഫയൽ കൊടുക്കാൻ തോന്നുന്നത്. ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് സംസാരിക്കുക എന്നൊക്കെയാണ് അസിസ്റ്റന്റ് പറയുന്നത്. അവൾക്കത് മനസ്സിലായിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫയലൊക്കെ ആണെങ്കിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പത്തേക്കിന് ഇവർ രണ്ടുപേരും വരികയും ചെയ്യും, എല്ലാവരും ഫുഡ് കഴിക്കുകയും ചെയ്യട്ടോ. ഈ ഫയലിനെ പറ്റി തന്നെ അവൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ആ കാരണം ഇങ്ങനെ സംഭവിച്ച, എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി തന്നെ തപ്പി നടക്കുന്നുണ്ട്. മായങ്ങിന്റെ അടുത്ത് അധികം സംസാരിക്കുന്നൊന്നുമില്ല. അവിടെ ഒരു ദിവസം സീസിയുടെ അടുത്ത് വന്നിട്ട് നിന്റെ ആന്റിയുടെ ഉള്ളിൽ എന്തൊക്കെ സീക്രട്ട് ഇല്ല, അത് നിനക്കും അറിയില്ലേ, ഏതെങ്കിലും ഒന്ന് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറയും. നിന്റെ കുഞ്ഞു മനസ്സിൽ ഒരു സീക്രട്ട് അല്ലേ ഉണ്ടാവുള്ളൂ, അത് മാത്രം ഒന്ന് പറയാന്ന് പറയുമ്പോഴത്തേക്കിനും ആര് പറഞ്ഞു ഒരു സീക്രട്ടേ ഉള്ളൂ എന്ന്? എനിക്ക് ഒരുപാട് സീക്രട്ട് അറിയാം, അതിൽ ഒരു കാര്യം മാത്രമേ അറിയാമെന്ന് പറഞ്ഞിട്ട് നേരെ ഹീറോയിന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് ഇതിൽ ഈ ഡ്രോയിലുള്ള ഒരു ഫയൽ നോക്കിയിട്ട് എന്നും ആന്റി ആണെങ്കിൽ വിഷമിക്കും. അതെന്താന്ന് മാത്രം അങ്ങോട്ടൊന്ന് കണ്ടുപിടിച്ച് വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നു പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനും ആ ഫയൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും ചേച്ചി ഓടിച്ചത് തന്റെ കാറാന്നൊക്കെ മനസ്സിലാവട്ടെ. ഇതൊക്കെ അറിഞ്ഞത് അവന് ഭയങ്കര വിഷമാവുക. അപ്പൊ ഞാൻ കാരണമാണോ അവര് രണ്ടുപേരും മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇപ്പോഴേ വിഷമിക്കാൻ തുടങ്ങി. അപ്പത്തേക്കിന് ഹീറോയിൻ ആണെങ്കിൽ വിളിക്കും കേട്ടോ, ഇന്നെ ആരും ഫോളോ ചെയ്യുന്നുണ്ട്, ഒന്ന് രക്ഷിക്കുന്നു പറഞ്ഞിട്ട്. ഇത് കേട്ടത് ഹീറോക്കും പേടിയാവാണ്. ഹീറോയിൻ ആണെങ്കിൽ എവിടെയോ പോയതാ, പക്ഷെ ആർക്കും അവളെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്നു കേട്ടോ. അവള് പേടിച്ച് തിരിയുമ്പോഴത്തേക്കിന് ഹീറോ അവിടെ കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും, അവളെ വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. സീസിനെ കുറിച്ച് കളിപ്പിച്ചിട്ട് ഹീറോയോട് പറയുക ആരെന്താന്നൊന്നും അറിയില്ല, എന്നെ കുറച്ചേരം ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും അവനും പെട്ടെന്ന് എന്നാ നീ ഇനി ഇവിടെ നിൽക്കേണ്ട, സീസിനെയും കൂട്ടിക്കൊണ്ട് നീ UK തന്നെ പോയിക്കോന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്താ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്നത്? അതുപോലെ സീസിയുടെ കസ്റ്റഡിയും നിന്റെ പേരിലല്ലേ എന്ന് പറയുമ്പോൾ അത് ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ പേരിലോട്ട് മാറ്റി തരാം, അതുകൊണ്ട് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് നീ UK പോയിക്കോന്ന് പറയുമ്പോൾ അവൾ എന്ത് ചെയ്ത് പോത്തില്ലെന്നാ പറയുന്നു. ഇപ്പോൾ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോളെന്നൊക്കെ അവന് പറയുമ്പോഴത്തേക്കിന് ഇപ്പൊ നിന്റെ പ്രശ്നം എന്താന്ന് നോക്കിയപ്പോ അവന് ആ ഫയലൊക്കെ കാണിച്ചിട്ട് ഞാൻ കാരണല്ലേ എന്റെ ചേച്ചിയും നിന്റെ ചേട്ടനൊക്കെ മരിച്ചത്, ഞാൻ ഒറ്റൊരാൾ കാരണമല്ല ഇതൊക്കെ സംഭവിച്ചത്, ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി അത് പ്രശ്നമാണ്, നിങ്ങളും കൂടി ഇല്ലാതാവുന്നത് എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ എല്ലാം ശരിയാവും, നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം ആദ്യം, ഞങ്ങൾ എവിടെയും പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് ഹീറോ പറയാണ് ആദ്യം എൻ്റെ പേരൻസ് ഞാൻ കാരണം മരിച്ചു, അതിനുശേഷം എൻ്റെ ചേച്ചി എൻ്റെ വീട്ടിൽ പോയി, ഇനിയും നിങ്ങളും കൂടി എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് രാവിലെ തന്നെ പൊക്കോണമെന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ പോകത്തില്ലെന്ന് തന്നെ പറയാം കേട്ടോ. പോയില്ലെങ്കിൽ രണ്ടിനും ഞാൻ എടുത്ത് പുറത്താക്കുമെന്ന് പറഞ്ഞതുമാണ് ഹീറോയിന് സൈലന്റ് ആവുന്നേ. അവനും എന്നിട്ട് അങ്ങ് ഇറങ്ങി പോവാട്ടോ. ഇവൻ എന്തായാലും പുറത്താക്കുന്ന പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇവിടുന്ന് പോയേക്കെന്ന് വിചാരിച്ചിട്ട് ഹീറോയിനെ കുഞ്ഞിനെ റെഡിയാക്കിയിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും നല്ല മഴ ഇടിയൊക്കെ ആവും കേട്ടോ. ഇത് വന്നാലും നമ്മുടെ ഹീറോക്ക് പേടിയാന്നറിയാലോ, അതുകൊണ്ട് യുഗായി ആണെങ്കിൽ പെട്ടെന്ന് അവന്റെ അടുത്ത് പോയി നോക്കുമ്പോ അവൻ ആ പെട്ടിക്കുള്ളിൽ കിടക്കും കേട്ടോ. നീ എന്തിനാ ഈ ബോക്സിന്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന, നീ കൊണ്ട് എനിക്കിതൊക്കെ പറയുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ പേടിച്ചിട്ട് അങ്ങ് ഓരോന്ന് പറയാൻ തുടങ്ങുക. ഞാൻ കാരണം എന്റെ അമ്മയും ചേച്ചി എല്ലാവരും മരിച്ചു, ഞാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ നീ കാരണമൊന്നല്ല മരിച്ചത്, അതുപോലെ ഞങ്ങൾ ഒരിക്കലും നിന്നെ വിട്ടുപോകത്തുമില്ല, എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ആണെങ്കിൽ അവനെ കിസ് ചെയ്യുക കേട്ടോ. അവൻ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ മൂന്നുപേരും ഒരുമിച്ചുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കിസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും സീസി ആണെങ്കിൽ അകത്തോട്ട് വരും. എന്തെവിടെ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും നോക്കുക കേട്ടോ. ഒന്നുമില്ല എന്നൊക്കെയാണെങ്കിൽ പറയുകയും ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ബോക്സിൽ പോയി കിടക്കത്തില്ലേ, ആ ബോക്സ് ആണെങ്കിൽ എടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് അടുത്ത് പറയുമ്പോഴത്തേക്കിനും എടാ സത്യമായിട്ടാണ് നീ ഇത് പറയുന്നത്, കാരണം ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഈ ബോക്സ് ഈ വീട്ടിലുണ്ട്, അവസാനം നിന്റെ മരണത്തിന് ഇതേ ബോക്സിൽ പാക്കാക്കി കൊണ്ടുകൊണ്ട് വരുന്ന ഞാൻ വിചാരിച്ചേ, ഉറപ്പായിട്ട്
സുഖമായിട്ട് ഞാൻ കൂടെ കളയട്ടെ നോക്കുമ്പോ നീ പറഞ്ഞ സത്യം, ഞാൻ മരിക്കുമ്പോഴേ ഈ ബോക്സിൽ തന്നെ കിടക്കുമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ ഇപ്പൊ അതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല എന്ന് യുഗായിനെ നോക്കി പറയാട്ടോ. അസിസ്റ്റന്റ് കാര്യമൊക്കെ മനസ്സിലായിട്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് പോവുകയും ചെയ്യും. അതേപോലെ ഒരു മൂന്നര കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കിന് ഇനി എന്തൊക്കെ രഹസ്യങ്ങൾ നീ എന്റെ അടുത്ത് നിന്ന് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കിയപ്പോ രഹസ്യങ്ങളൊന്നുമില്ല. ആ ഫയൽ എന്റെ കയ്യിൽ കിട്ടിയപ്പോ തന്നെ ഞാൻ ആ കാറിനെ പറ്റി അന്വേഷിച്ചു. ആ കാരണം ബ്രേക്ക് ആണെങ്കിൽ കട്ടായോണ്ടാണ് ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത്. നിന്റെ ചേച്ചി എന്റെ ചേട്ടന് ആ കാർ എടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഇതാണെങ്കിൽ വർക്ക്ഷോപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ ആരോ ചെയ്ത പണിയാണ് ഈ ബ്രേക്ക് കട്ടാക്കിയത്. ആ കാറ് ചെക്ക് ചെയ്തവനെയാണെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ അവൻ എവിടെയാന്നോ അവനെ കാണാനോ കിട്ടുന്നില്ല. അവൻ ആരാ എന്താന്നൊക്കെ എനിക്കറിയാം. അവനെ കണ്ടുപിടിക്കാൻ ഇപ്പൊ ഞാൻ നടക്കുന്നതെന്നൊക്കെ പറയും. എന്തൊക്കെ നീ ശ്രമിച്ചാലേ എന്നെ കൂടി കൂട്ടി നമുക്ക് രണ്ടുപേർക്കും കൂടി കണ്ടുപിടിക്കാന്ന് പറയുമ്പോ ഓക്കെ നമുക്ക് രണ്ടുപേർക്കും കണ്ടുപിടിക്കാം. പിന്നെ എനിക്ക് ഒരാളുടെ മേലും കൂടി ഡൗട്ട് ഉണ്ട്. നിന്റെ അങ്കിൾ ഉണ്ടല്ലോ അയാളുടെ മേലിൽ. കാരണം എന്റെ ചേട്ടന്റെ ആർട്ട് ഗാലറി സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ ചേട്ടന്റെ ആർട്ട് ഗാലറി മാത്രമല്ല എന്റെ സ്വത്തുക്കളും അയാൾ പണ്ടേ അടിച്ചു മാറ്റാൻ വേണ്ടി നടന്നതെന്ന് പറയും. സംഭവം എന്താന്ന് വെച്ചാൽ ഇവരെ പാരന്റ്സ് മരിച്ചപ്പോഴത്തേക്കിന് വിൽപ്പത്രയൊക്കെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഹീറോന്റെയും പിന്നെ അവന്റെ ചേച്ചിയുടെയും പേരിലാണ് സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇവര് മരിച്ച ടൈമില് അങ്കിൾ ഇതേപോലെ വന്നിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്, മോളെ നീ വരെ ചെറുതല്ലേ, നിനക്ക് കമ്പനിയൊക്കെ ഏറ്റെടുത്ത് നടത്താനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്കിളുടെ കൈ തന്നേക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവന്റെ സിസ്റ്ററും പറഞ്ഞാണ്, വിൽപ്പത്രത്തിന് ഞങ്ങൾ മാത്രമാണ് അവകാശികൾ, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം എന്റെ കമ്പനി, നിങ്ങൾ സഹായിക്കണമെന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കിനും എന്നാലും നീ കല്യാണം കഴിച്ച് പോകേണ്ട ഒരു പെൺകുട്ടിയല്ലേ, നിന്നെ കൊണ്ട് എത്ര നാൾ ആ കമ്പനി നോക്കാൻ പറ്റും, നിന്റെ അയ്യം വരെ ചെറുതല്ലേ, അവൻ അതൊക്കെ നോക്കാനുള്ള പ്രായം പോലും ആവത്തില്ല, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കിനും ചേച്ചി പറഞ്ഞാടും എന്റെ അച്ഛനാണെങ്കിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരിക്കലും കമ്പനി കൊടുക്കാൻ പാടില്ലെന്ന്, അതുകൊണ്ട് ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നു സംസാരിച്ചേ. ഇതൊക്കെ ഹീറോയിനോട് പറഞ്ഞിട്ട് ചിലപ്പോ അന്ന് നടന്ന പ്രശ്നത്തിലെ ദേഷ്യത്തില് എന്റെ ചേച്ചിയുടെ നിന്റെ ചേട്ടനെയൊക്കെ കൊന്നിട്ട് അവരെ സ്വത്തുക്കളും എന്റെ സ്വത്തുക്കളും എല്ലാം അടിച്ചു മാറ്റാനായിരിക്കും അങ്കിളുടെ ശ്രമം, എന്നാലും നമുക്ക് കണ്ടുപിടിക്കാന്നൊക്കെ പറയുമ്പോൾ ഹീറോയിനും ഫസ്റ്റ് നമുക്ക് ആ കാറ് നേരാക്കി അവന്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, അവിടെ പോയി തപ്പാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയാണെങ്കിൽ അവിടെ പോവാട്ടോ. ആ മെക്കാനിക്കാണെങ്കിൽ ഇവരെ കണ്ടതോടുവാണ്, ഇവര് വെറുതെ വിടുക അവന്റെ പുറകെ തന്നെ പോവാട്ടോ. പെട്ടെന്ന് എവിടെ നിന്ന് ഒരുത്തം വന്നു എന്നറിയില്ല, മാസ്ക് ഒക്കെ ഇട്ടിട്ട് ആ മെക്കാനിക്കിനാണെങ്കിൽ കൊല്ലാൻ വേണ്ടി നോക്കുക. ഹീറോ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തടുത്ത് നിർത്തുന്നുണ്ട് കേട്ടോ. മാസ്ക് ഇട്ടവനാണെങ്കിൽ ഹീറോ ഇങ്ങനെയൊക്കെ തള്ളി മാറ്റിയിട്ട് ആ മെക്കാനിക്കിനെ കൊല്ലാന്ന് പറഞ്ഞ മുമ്പത്തേക്കിന് ഹീറോ ഇടയ്ക്ക് കയറും കേട്ടോ. കത്തിക്കുത്താണെങ്കിൽ ഇവന് കിട്ടുകയും ചെയ്യും. ആ മാസ്ക് ഇട്ടവൻ അങ്ങ് ഓടി രക്ഷപ്പെടുകയും ചെയ്യും കേട്ടോ. ഹീറോ ആണെങ്കിൽ ഹീറോയിൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും അവന് കണ്ണുകയറി നിൽക്കുന്നത് തോന്നുന്നത് ഹീറോയിനെ കണ്ടിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ നിൽക്കുമ്പോ അതിന് എല്ലാം നിനക്കല്ലോ പറ്റിയത്, ഇടയ്ക്ക് നീ കയറിയോണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും ഞാൻ വരെ ഒരു സ്വപ്നം കണ്ട് നിനക്ക് എന്തോ പറ്റിയ പോലെ, ഏതായാലും നിനക്കൊന്നും പറ്റില്ലല്ലോ, അതെനിക്ക് സമാധാനമായി എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ആണെങ്കിൽ എടാ ആദ്യം നിന്റെ ആരോഗ്യം നോക്ക് എന്നിട്ടല്ലേ ഇവളുടെ ആരോഗ്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സീസി എന്തെന്ന് ചോദിക്കും. അവനപ്പുറത്തുണ്ട് ഉറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്കിന് ഹീറോയിൻ ആണെങ്കിൽ ആ ഫുഡ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. എന്നിട്ട് ഹീറോ ആണെങ്കിൽ ആ മെക്കാനിക്കിനെ പിടിച്ചോ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു നിൽക്കുമ്പോൾ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവനത് മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല, ആരോ പറഞ്ഞിട്ട് ചെയ്തതാ ബ്രേക്ക് കട്ട് ചെയ്തത്, പക്ഷെ ആരാ പറഞ്ഞതെന്ന് അവനും അറിയത്തില്ല, അതാണ് ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കിനും അസിസ്റ്റന്റ് പറയാണ് എടാ സത്യം എന്താണെന്ന് അറിയാതെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയില്ല, ആർക്കും അറിയില്ലല്ലോ, കണ്ടുപിടിച്ചിട്ട് ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന പറയുമ്പോഴത്തേക്കിനും മായ കാണിക്ക് എടാ ഇത് യാദൃശികമായിട്ട് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല, അന്ന് ഹീറോയിൻ ആരോ ഫോളോ ചെയ്തായിരുന്നു, അതുപോലെ തന്നെ കുഞ്ഞിനെ കഴിക്കാൻ വെച്ച പീനിട്ടാണെങ്കിൽ ആരോ മാറ്റിക്കൊണ്ട് തന്നു, ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് അത്ര സ്വാഭാവികമായിട്ട് നടക്കുന്ന പോലെ തോന്നിയില്ല, ഇവർക്ക് എന്തെങ്കിലും പറ്റും, ഞാൻ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, എടാ നീ ഒരു ഹെൽപ്പ് ചെയ്യാവോ, ആ അമ്യൂസ്മെന്റിൽ പാർക്കിലുള്ള CCTV ഫുൾട്ടേജ് എല്ലാം നീ എങ്ങനെയെങ്കിലും എനിക്ക് സംഘടിപ്പിച്ച് തരാമോ എന്ന് നിൽക്കുമ്പോൾ അവർ ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും നീ ഒന്ന് മൗസെ കോണ്ടാക്ട് ചെയ്യുന്ന പറയുക, സത്യമായിട്ട് അവനെ വിളിക്കണം, മൗസ് എത്ര ഡേഞ്ചറാന്ന് നിനക്ക് അറിയാലോ നിൽക്കുമ്പോൾ സാരമില്ല ഇപ്പം അവന്റെ ആവശ്യമുണ്ട് അവനെ വിളിക്ക് എന്നൊക്കെയാണെങ്കിൽ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനെ ഹീറോയിനും CC അങ്ങോട്ടേക്ക് വരുക. ഇവന് ഫുഡൊക്കെ ആണെങ്കിൽ വാരിക്കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടോ നോക്കുമ്പോഴത്തേക്കിനും നല്ലതാന്നൊക്കെ അവനും പറയാട്ടോ. എന്നാലും ഉറങ്ങാൻ ടൈമായില്ലേ കിടക്കാന്നും പറഞ്ഞിട്ട് എല്ലാവരും കടന്നുറങ്ങാത്ത ടൈമില് നൈറ്റ് ആരും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹീറോ ആണെങ്കിൽ കണ്ണു തുറക്കുകയും ചെയ്യും. ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴത്തേക്കിനും ഇവൻ അറിയുന്ന ഒരുത്തരാ, എടാ അലക്സ് നീ എന്താ ഇവിടെ ചെയ്യുന്ന നോക്കുമ്പോഴത്തേക്കിനും ഞാനൊരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നതാ, അപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുമ്പോഴത്തേക്കിന് ഹീറോയിനും എണീക്കും കേട്ടോ. ഇവളെ കണ്ടതും ഇതാരും നിന്റെ സിസ്റ്റർ ആണോ നോക്കുമ്പോഴത്തേക്കിന് ഹീറോക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അയ്യോ ഞാൻ മറന്നുപോയി നിന്റെ സിസ്റ്റർ മരിച്ചു പോയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചതും ഹീറോയിന് ഇഷ്ടപ്പെട്ടില്ല. നീ ഏതാടാ, നീ എങ്ങനെ അകത്ത് കയറിയത്, ഇവൻ ആരെ കയറ്റി എന്നൊക്കെ ചോദിക്കും. അപ്പൊ വന്നവനാണെങ്കിൽ എന്തായാലും നിനക്ക് പറ്റിയ ഗേൾഫ്രണ്ട് ആട്ടോ മായങ് നിനക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോവുകയും ചെയ്യും. ഹീറോയിൻ ആണെങ്കിൽ ഇവൻ ഏതാ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നോക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ ഞാൻ എബ്രോഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇവൻ എന്റെ കൂടെ വർക്ക് ചെയ്തതാ, അവന് ഇല്ലീഗലായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയായിരുന്നു, അപ്പൊ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊന്നും ചെയ്തു കൊടുത്തില്ല,
അതിന്റെ ദേഷ്യമുണ്ട്. അതിൽ പിന്നെ എനിക്ക് അവന് എപ്പോഴും ഒടുക്കാണ്. അവനിപ്പോ ഇവിടം വരെ വരണമെങ്കിൽ അത് നല്ല ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നില്ല. സാധാരണ ഒരു ബിസിനസ് ട്രിപ്പായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയുമ്പോ നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവൻ ചുമ്മാ ഇതിലെ വന്നായിരിക്കും പറയുമ്പോ എനിക്ക് തോന്നില്ല. ഈ അലക്സിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ആരെ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ സ്ഥിതിക്ക് ഇവിടം വരെ വന്നത് എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോ ഹീറോയിനാണെങ്കിൽ സമാധാനിപ്പിക്കും. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലെന്നും പറഞ്ഞ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുക കേട്ടോ. എന്ത് ഡിസ്ചാർജ് ആവാന്നോ? നിന്റെ ആരോഗ്യം നന്നായിട്ടില്ല, അതൊന്ന് ആദ്യം നേരാവട്ടെ എന്നിട്ട് പോയാൽ പോരെ നോക്കിയുമ്പോ എനിക്ക് എന്താ കുഴപ്പം, ഞാൻ നല്ല ഉഷാറായിട്ടല്ലേ നിൽക്കുന്നത്, വേണമെങ്കിൽ ഞാൻ നിന്നെ എടുക്കാം, അത്രത്തോളം ആരോഗ്യം എനിക്കിടെന്ന് പറയുമ്പോ ആദ്യം ഡോക്ടറെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാന്ന് പറയുമ്പോഴത്തേക്കിനും ഡോക്ടർ അങ്ങോട്ട് വരും. എന്താ ഡോക്ടർ, ഞാൻ ഓക്കെ അല്ലേ, ഞാൻ ഇവിടുന്ന് പോട്ടി നോക്കുമ്പോഴത്തേക്കിനും അവിടെ നിൽക്കേ ഞാൻ റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ വിടണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയതും ഹീറോയിൻ ആണെങ്കിൽ നിനക്കെന്താ ഇത്ര ധൃതി ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ട്, എന്താ സംഭവം നോക്കുമ്പോഴത്തേക്കിനും ഇന്നലെ അലക്സ് വന്നില്ലായിരുന്നോ, അവൻ സാധാരണയായിട്ട് വന്ന പോലെ എനിക്ക് തോന്നുന്നില്ല, എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്ന പോലെ. അതുകൊണ്ട് അവനെ കണ്ടൊന്ന് സംസാരിക്കണം എനിക്കെന്ന് പറയുമ്പോൾ അവൻ എന്തിനാ നേരിട്ട് മീറ്റ് ചെയ്യുന്ന, വിളിച്ചാൽ പോരെ നോക്കും. വിളിക്കാൻ ഒരുപാട് ട്രൈ ചെയ്തു, എന്തിത് കോള് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ന്യൂസ് കാണുക കേട്ടോ. ഇവളുടെ ചേട്ടന്റെ ആർട്ട് ഗാലറി ആണെങ്കിൽ തീ പിടിച്ചെന്നും പറഞ്ഞോണ്ട് ഇത് അറിഞ്ഞത് രണ്ടുപേരും ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടുക കേട്ടോ. പക്ഷെ ഇവര് രണ്ടുപേരും കയറ്റിയൊന്നും വിടുന്നില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങോട്ട് മാറി നിൽക്കുന്ന പറയുമ്പോ ഇല്ല അവിടെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കണം എന്ന് പറയുമ്പോ അതേ തീ പിടിച്ചു പോയി, ഇനി എന്ത് സാധനം എടുക്കാനുള്ളത്, നിങ്ങൾ മാറിക്കുക, നിങ്ങൾ ആരെ ഇവിടുത്തെ ഓണേഴ്സ് ആണോ നോക്കിയുമ്പോഴത്തേക്കിന് ഹീറോയിന് പറയും ഞങ്ങൾ ഇവിടുത്തെ ഓണേഴ്സ് ഒന്നുമല്ല, പക്ഷെ ഇതെന്റെ ചേട്ടന്റെ ആർട്ട് ഗാലറി, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോ ഏതായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യ്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതിന് ശേഷം അകത്ത് കയറ്റി വിടാൻ പറ്റുള്ളൂ, എന്തായാലും നിന്റെ ചേട്ടൻ മരിച്ചു എന്നൊക്കെയല്ല പറയുന്നത്, കുറച്ച് ഡീറ്റെയിൽസും വേണ്ടിവരും എന്നൊക്കെ പറയാം കേട്ടോ. ഹീറോയിന് ഭയങ്കര വിഷമാവുക. നേരത്തെ എന്റെ ചേട്ടന്റെ ആർട്ട് ഗാലറി മൊത്തം ഞാൻ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു, എന്തെങ്കിലും തെളിവ് അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലോ. ഇപ്പൊ തീയും പിടിച്ചു പോയി എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോ ആണെങ്കിൽ ഇതൊന്നും സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നില്ല, ആരെങ്കിലും മനഃപൂർവ്വം ചിലപ്പോൾ തീ പിടിപ്പിച്ചതായിരിക്കും, എന്തായാലും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ നമുക്ക് ടൈമില്ല, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്കൊന്ന് ആഘോഷിച്ചാലും നോക്കുമ്പോ എന്റെ ബർത്ത്ഡേ ആണ് നീ എങ്ങനെ അറിഞ്ഞു നോക്കുമ്പോ സീസി കാണിക്കാ, അതിനല്ലേ ആന്റി ഞാൻ ഇവിടെ ഉള്ള, ഞാൻ മറക്കും നോക്കും. അപ്പൊ ഇതൊക്കെ സീസി നിന്റെ പണിയായിരുന്നല്ലേ, നിനക്ക് എങ്ങനെ ഓർമ്മ നോക്കുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ ഞങ്ങൾ രണ്ടൊരു ഹീറോസ് അല്ലേ, എങ്ങനെ ഇതൊക്കെ മറക്കാം, എന്നാലും നമുക്ക് ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഒരു കേക്ക് ഒക്കെ ആണെങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നിനക്ക് ഇതാണ് സർപ്രൈസ് ആയിട്ട് തരുതി പറയുമ്പോ കേക്ക് മാത്രമേ ഉള്ളൂ, ഗിഫ്റ്റ് ഒന്നും ഇല്ലെന്ന് നോക്കുമ്പോഴത്തേക്കിനും ഹീറോ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കും കേട്ടോ. അത് തുറന്നു നോക്കുമ്പോഴത്തേക്കിനും ഇവളുടെ ചേട്ടനാണെങ്കിൽ ഇവൾക്ക് ഒരു ബർത്ത്ഡേക്ക് ഒരു പാവം മേടിച്ചു കൊടുക്കുന്നില്ലായിരുന്നു, അതിന്റെ തന്നെ വലിയൊരു സൈസ് ആയിരിക്കും കേട്ടോ. ഇത് കണ്ടത് അവൾക്ക് ഭയങ്കര ഇമോഷണൽ ആവുക. നിനക്കെങ്ങനെ ഇത് കിട്ടി, നിനക്ക് എങ്ങനെ അറിയാൻ നോക്കിയപ്പോ അന്ന് നീ വീട്ടിൽ കയറി വരുമ്പോ ഈ ഒരു ബൊമ്മ നോക്കി ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന കണ്ടു, അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി, അതുകൊണ്ടാ വാങ്ങിച്ചെന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിൻ കരയോ. ഇവള് കരയുന്ന കണ്ടത് സീസി ആണെങ്കിൽ അങ്കിൾ എന്റെ ആന്റീനെ വീട് കരയിപ്പിക്കുകയാണോ, നിങ്ങളെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൂടാൻ വേണ്ടി പോകുന്ന കണ്ടതും അവളാണെങ്കിൽ ഇല്ല മോനെ, ഞാനാണ് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരഞ്ഞത്, അവനെ ഒന്നും ചെയ്യണ്ടെന്ന് പറയും കേട്ടോ. അപ്പൊ ഹീറോ വരികയാണെങ്കിൽ കേക്കൊക്കെ മുറിച്ച് വേഗം വിഷു വയ്ക്കെന്ന് പറയുമ്പോ അവള് എന്താ ചോദിക്കുന്നുണ്ട്, എന്താ നീ വിഷു ചോദിച്ചെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ നീ ഡോക്ടറിനെ കാണുന്ന ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. അപ്പൊ മായങ്ങും പറയുന്നുണ്ട് അതിനെനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഞാൻ ഓക്കെ അല്ലേന്ന്. ഇല്ല ഞാൻ പറയുന്ന ഡോക്ടർ നീ കണ്ടേ പറ്റുള്ളൂ, നീ കണ്ടില്ലേ ഇങ്ങനെ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ വയ്ക്കുമ്പോ അവൻ ഓക്കെ ഞാൻ കാണാന്ന് പറയും. പിന്നെ നമ്മുടെ മൂന്നരെ പറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവന്റെ ഫോണിലാണെങ്കിൽ ഒരു മെസ്സേജ് വരും കേട്ടോ. അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കിന് ഇവര് വീട്ടിൽ നിന്നാണെങ്കിൽ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേൾക്കുക, അവനൊന്നും മനസ്സിലാവുന്നില്ല. അതേ നമ്പറിലോട്ട് വിളിച്ചു നോക്കുമ്പോ ഇവര് വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ് റിങ് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. ഇത് കേട്ടത് ഹീറോയിൻ എനിക്ക് ആരാ ഇത് നോക്കുമ്പോ ആരാന്നൊന്നും അറിയത്തില്ല, നീ വേഗം സീസിനെ സേഫ് ആയിട്ട് നിർത്ത്, ഞാൻ പോയി നോക്കാന്ന് പറയും. അങ്ങനെ ഹീറോയിൻ പേടിച്ചാണ് ഒരു റൂമിലോട്ട് കയറുന്നത് കേട്ടോ. അപ്പൊ ഹീറോയിനും വരും, നീ എന്താ ഇവിടെ ചെയ്യുന്നത് വെക്കുമ്പോഴത്തേക്കിന് അവിടെ ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോകത്തില്ല, സീസിനെ ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട്, നമുക്ക് രണ്ടാൾക്കും പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു റൂം തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് അതിനകത്തൊരു ബോക്സ് ഉണ്ടാവും കേട്ടോ. അതിനകത്തൊന്നാണ് സൗണ്ട് കേൾക്കുന്നത്. ഞാൻ പോയി എടുക്കാതെ ഹീറോയിൻ പറയുമ്പോ നീ ഇതെവിടെ പോവോ, വല്ല ബോംബെങ്ങാനുണ്ടെങ്കിൽ അതുകൊണ്ട് എടുക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോ എന്തൊക്കെയാണ് നീ പറയുന്ന, ബോംബ് ആരുണ്ട് നമ്മുടെ വീട്ടിൽ ബോംബൊക്കെ വെക്കുന്നത്, നിനക്ക് പ്രാന്താണോ? ചിലപ്പം പറയാൻ പറ്റില്ല, നിന്റെ ചേട്ടനെ ആർട്ട് ഗാലറി കത്തിച്ചവരാണെങ്കിലോ നമ്മളെയും കൂടി കൊല്ലാൻ നോക്കുന്നതാണെങ്കിലോ അതുകൊണ്ട് എടുക്കണ്ടെന്നൊക്കെ പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ എടുക്കുന്ന ആദ്യം പറഞ്ഞിട്ട് അതും കൊണ്ട് താഴെ വരും കേട്ടോ. ഇത് തുറക്കണ്ടെന്നാണ് അവൻ പറയുന്നത്, ബോംബുണ്ട് മറ്റേതാണ് മറിച്ചത്, നമ്മൾ തുറന്നാ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞുണ്ട്. എന്നാൽ അവളാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ട് അവനെ എങ്ങനെയൊക്കെ തുറക്കും കേട്ടോ. തുറന്നു നോക്കുമ്പോഴത്തേക്കിനും അതിനകത്തൊരു ഫോണും പെൻഡ്രൈവും ആയിരിക്കും ഉണ്ടാവുക.
പെൻഡ്രൈവ് ആണെങ്കിൽ ഇട്ട് നോക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് എന്ത് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ ചേച്ചിനെ ആണെങ്കിൽ ഇവളുടെ ചേട്ടൻ അടിച്ച ആഡ് ഗാലറിയിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും കേട്ടോ. ഇത് കണ്ടത് ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര വിഷമാവുക. അപ്പൊ എന്റെ ചേട്ടൻ തന്നെയാണെന്ന് എന്റെ ചേച്ചിനെ കൊന്നത്, ഞാൻ വരെ അവനെ സപ്പോർട്ട് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞു, എന്റെ ചേട്ടൻ അപ്പൊ ശരിക്കും നിന്റെ ചേച്ചിനെ കൊല്ലുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് വിഷമിക്കാൻ തുടങ്ങിയത്. ഇത് നോക്കിക്ക്, നീ ഈ വീഡിയോ ഒന്നും കണ്ട് വിഷമിക്കൊന്നും വേണ്ട. ചിലപ്പോൾ ഇത് ഫേക്ക് ആണെങ്കിലോ നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതായിരിക്കും എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ ഇത് സത്യമാണെങ്കിലോ ഞാൻ വെറുതെ എന്റെ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഓരോന്നൊക്കെ പറഞ്ഞു അവൻ നല്ലവനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഈ വീട്ടിൽ നിൽക്കുക? സിസിനെ നിന്നെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുക? അവൻ ചെയ്ത തെറ്റല്ല ഞാൻ ഏറ്റെടുത്ത് ഇനി ജയിലിൽ പൊക്കോളാന്ന് പറയുമ്പോൾ ഹീറോ കാണിക്കുക ആരോ ചെയ്ത തെറ്റിന് നീ എന്തിനാ ഏറ്റെടുക്കുന്നത്? അതുപോലെ തന്നെ ഈ വീഡിയോ വിശ്വസിക്കേണ്ടത് ഇത് അലക്സിന്റെ പേരിലാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവള് സമാധാനിപ്പിക്കും. എന്നിട്ട് അടുത്ത ദിവസം തന്നെ അസിസ്റ്റന്റിന്റെ അടുത്ത് ആ പെൻഡ്രൈവ് കൊടുത്തിട്ട് ഈ വീഡിയോ ഫേക്ക് ആണോ അല്ലയോ എന്നൊന്ന് നോക്കി പറയും. അസിസ്റ്റന്റ് ആണെങ്കിൽ അതൊക്കെ നോക്കാം, പിന്നെ നീ മൗസിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അവൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, എന്തായാലും 10 മണിക്ക് മീറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് അവന് 10 മണിയായി ഇപ്പൊ തന്നെ ടൈം ആയല്ലോ പോണ്ടേന്ന് നോക്കുമ്പോഴത്തേക്കിന് അസിസ്റ്റന്റ് പറയുന്നുണ്ട് നേരിട്ട് കാണാനല്ല ഓൺലൈൻ വഴിയാന്ന് പറയുമ്പോൾ അതെന്താ ഓൺലൈൻ വഴി എന്ന് വെക്കും, കാരണം അവരെ പോലെയുള്ള ആൾക്കാരൊക്കെ നേരിട്ട് കാണാവുന്ന ഡേഞ്ചറാണ്, അതുകൊണ്ട് ഓൺലൈനായിട്ട് മീറ്റ് ചെയ്യുന്നത്. എന്നാലും 10 മണിയല്ലേ നമുക്ക് പോവാന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് കേട്ട ഹീറോയിനും 10 മണിയോ എവിടെ പോവാ രണ്ടെണ്ണം നോക്കിയപ്പോഴത്തേക്കിനും അത് പിന്നെ ഞങ്ങള് അവിടെ ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട് അതിന് പോവാന്ന് ഹീറോ പറയുമ്പോഴത്തേക്കിനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. ഇത് കേട്ട അസിസ്റ്റന്റ് ആണെങ്കിൽ അല്ല ബോസ് എപ്പം മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങി നിൽക്കുമ്പോഴത്തേക്കിന് അവനും നടിച്ചിട്ട് ഇവള് വന്നപ്പോ തൊട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഹീറോയിനും നിക്ക് ഒരു മിനിറ്റ്, വൈകുന്നേരം ഡോക്ടറിനെ മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോന്ന് ഹീറോ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ എന്തായാലും ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിക്കും, എന്തായാലും വൈകുന്നേരം വന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ അവനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ അവനും ഓഫീസിൽ വന്നിട്ട് മൗസിനെ കോണ്ടാക്ട് ചെയ്യാനുള്ളതൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഹീറോയും വിളിക്കാട്ടോ എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട് അവന് വരാൻ എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിന് വീട്ടിൽ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുക. ആരാ വന്നേന്ന് നോക്കുമ്പോഴത്തേക്കിന് ഡെലിവറി ബോയോ വേറെ ആരുമല്ല നീ പേടിക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ. കോള് കട്ടാക്കിയത് അസിസ്റ്റന്റ് ആണെങ്കിൽ മൗസ് ആണെങ്കിൽ ഓൺലൈനിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അവനായിട്ട് സംസാരിക്കാട്ടോ. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ തീർത്തു തരുന്ന പറഞ്ഞതും ആ മൗസാണെങ്കിൽ എനിക്ക് പൈസ വേണ്ടി വരുന്നു പറയും, നിങ്ങൾക്ക് എത്ര ചോദിച്ചാലും ഞാൻ തരാം എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞൊരു ഡീലൊക്കെ ഉറപ്പിക്കുക കേട്ടോ. അങ്ങനെ അവൻ ഇരിക്കുമ്പോഴത്തേക്കിന് അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് ഭയങ്കര ടയേർഡ്, ഒന്ന് വിശ്രമിച്ചിട്ട് വീട്ടിൽ പോകാനാ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് അവനൊന്ന് കിടക്കുന്നുണ്ട്. കടന്നവനാണെങ്കിൽ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ എണീക്കുന്നത്. ഹീറോയിൻ വരാൻ പറഞ്ഞല്ലോ ഡോക്ടറിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലവറൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്കില്ല അവിടെ ആരും കാണുന്നുണ്ടാവില്ല. അവളുടെ പേര് വിളിച്ചിട്ടൊന്നും അവള് മിണ്ടുന്ന പോലില്ല കേട്ടോ. അപ്പൊ നമ്മുടെ സി കരയുന്ന സൗണ്ട് കേൾക്കുക. കുഞ്ഞെവിടെയാന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോഴത്തേക്കിനും ബാക്ക് ടപ്പിൽ കടന്ന് കാര്യം കേട്ടോ. എന്താ സി നിനക്ക് പറ്റി, എന്റെ അവളെന്തേ നോക്കിയപ്പോഴത്തേക്കിനും ആന്റിനെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. എന്താ സംഭവിച്ചത് നോക്കിയപ്പോ കുഞ്ഞ് കഥ പറയുക. ഇവളാണെങ്കിൽ ഇവൻ വരുന്നതും കാത്തു നിൽക്കുമ്പോഴത്തേക്കിനും കോളിംബെൽ അടിച്ചതാണ്. ഡോക്ടർ ആയിരിക്കും പറഞ്ഞിട്ട് കഥ തുറക്കുമ്പോഴത്തേക്കിനും ഒരു മാസ്ക് ഇട്ടവനായിരിക്കും വന്നത്. ഇവളെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അവളെ തള്ളി വിട്ടിട്ട് നേരെ സിസിയുടെ അടുത്ത് വന്നിട്ട് ബാറ്റ് ടപ്പിൽ ഒളിപ്പിച്ച് കാണും. എന്തൊക്കെ സംഭവിച്ചാലും നീ പുറത്തു വരാൻ പാടില്ല, ഞാൻ കുഞ്ഞിന്റെ ഈ വാച്ച് മാത്രം എടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതിന് മുമ്പ് ആ മാസ്ക് ഇട്ടവനാണെങ്കിൽ ഇവളെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവിച്ച് ആന്റീനെ ഏതോ ഒരുത്തും പിടിച്ചോണ്ട് പോയി എന്റെ വാച്ച് ആന്റിയുടെ കയ്യിലാന്ന് പറഞ്ഞതുമാണ് ഹീറോക്ക് കാര്യം മനസ്സിലാവുന്നേ. വാച്ചിലെ ലൊക്കേഷൻ വെച്ച് അവളെ കണ്ടുപിടിക്കാലോ. അങ്ങനെ അവൾ ഉള്ള സ്ഥലത്തോട്ട് അവൻ ഓടിയെത്തുമ്പോഴത്തേക്കിനും അവൾ ഒരിടത്ത് കെട്ടിയിട്ടേക്കോ അടുത്ത് തന്നെ ഒരുത്ത് നിൽക്കുന്നുണ്ട്. നീ ആരാന്ന് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ ആരാ എന്താണെന്നൊന്നും ഇവിടെ പ്രാധാന്യമില്ല, ഞാനൊരു കഥ പറയാം അത് നീ കേൾക്കുന്ന. അവൻ പറയുമ്പോഴത്തേക്കിന് ഹീറോ പറയുന്നുണ്ട് നീ ആരാന്ന് പോലും എനിക്കറിയത്തില്ല, നീ പറയുന്നൊക്കെ എന്തിനാ ഞാൻ കേൾക്കുന്നത്, അത് ഇവളെ അയച്ചുവിടുന്ന് പറയുമ്പോ അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്നവനും പറയാണ് അവളെ ഒന്നും അയച്ചുവിടാൻ പറ്റില്ല, അത് ഞാൻ പറയുന്നേക്ക്, നിന്റെ കുടുംബ കാരണം എന്റെ ജീവിതം തന്നെ ഇല്ലാതായ ഒരുത്തരാണ് ഈ വന്ന് പറയുന്നത്, നീ കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കിനോ അത് അസിസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. ഇവനെ കണ്ടത് ഇവർ രണ്ടുപേരും ഷോക്കാവോ, നീയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനോ അതെ ഞാൻ തന്നെ, നിന്റെ അച്ഛനാണ് എന്റെ അച്ഛനെ കൊന്നതെന്നൊക്കെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞില് ഇവനാണെങ്കിൽ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായില്ലേ, അപ്പൊ ഇവന്റെ പാരന്റ്സ് ഒക്കെ മരിച്ച് ഇവ മാത്രമേ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ അസിസ്റ്റന്റിന്റെ ഫാമിലി ഹീറോന്റെ ഫാമിലി ഒന്നിച്ച് ഒരു വീട്ടിലിരിക്കുമ്പോഴാണ് ഈ ഫയർ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. 2 ഓക്സിജൻ മാസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഒന്നാണെങ്കിൽ അസിസ്റ്റന്റ് അച്ഛനാണെങ്കിൽ വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഹീറോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോന്റെ അച്ഛനാണെങ്കിൽ തട്ടിപ്പറിച്ച് കാണും കേട്ടോ. അത് തരത്തില്ലെന്നും പറഞ്ഞിട്ട് അസിസ്റ്റന്റിന്റെ അച്ഛന് ഒരുപാട് വഴക്ക് കൂടിയെങ്കിലും ആ ഒരു തിടുക്കത്തില് നമ്മുടെ ഹീറോന്റെ അച്ഛനാണെങ്കിൽ അറിയാതെ അയാളെ കൊന്നിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ ഫോണിൽ വിളിച്ചോണ്ടിരുന്നത് നമ്മുടെ അസിസ്റ്റന്റ് കുഞ്ഞിലെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവരോട് വൈരാഗ്യം ഉണ്ടാവുന്നത് കേട്ടോ. എന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്റെ അച്ഛനെ നിന്റെ അച്ഛൻ കൊല്ലുമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് നീയും നിന്റെ ചേച്ചിയൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്,
പക്ഷെ ആ സമയത്ത് എനിക്ക് നിങ്ങൾ രണ്ടുപേരും കൊല്ലണം എന്നായിരുന്നു ആഗ്രഹം കൂടി ഞാൻ കൊന്നില്ല. കാരണം നിങ്ങൾക്കും പാരന്റ്സ് ഇല്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു. എന്റെ അവസ്ഥ അതൊക്കെ തന്നെ. നിങ്ങൾ സങ്കടത്തിൽ എനിക്കും സങ്കടമുണ്ട്. അപ്പൊ എനിക്കൊരു കൂട്ടെന്നുള്ള രീതിയിലായല്ലോ. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ നിന്റെ ചേച്ചി ഉണ്ടല്ലോ ഈ വിഷമങ്ങളൊക്കെ മറന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ തുടങ്ങി. അവളങ്ങനെ സന്തോഷിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഹീറോയിന്റെ ചേട്ടൻ കല്യാണം കഴിച്ച പിന്നെയാണ് അവളിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവള് പോന്ന ആ കാറിന്റെ ബ്രേക്ക് ഞാൻ ഇല്ലാണ്ടാക്കിയത്. അങ്ങനെ ഇവളുടെ ചേട്ടനെയും നിന്റെ ചേച്ചിനെയും ഞാൻ കൊന്നു കളഞ്ഞു. അപ്പൊ നീ വീണ്ടും വിഷമത്തിലായല്ലോ. അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായി. നീ സങ്കടത്തിലുള്ളപ്പോ എനിക്കൊരു കൂട്ടായല്ലോ. എന്നാൽ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും നീ ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ തുടങ്ങി. അതിന് കാരണം ഇവളാണ്. അതുകൊണ്ട് ഹീറോയിനും കൂടി കൊന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ എപ്പോഴും സങ്കടത്തിൽ തന്നെ നിൽക്കാലോ. എനിക്കൊരു കൂട്ടുമായല്ലോ. ഒപ്പം നിനക്ക് ഒരു സൈക്കോനെ പോലെ സംസാരിക്കാട്ടോ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവള് വെറുതെ പെടുന്ന് പറയുമ്പോ നിക്ക് ഞാൻ കഥ മൊത്തം പറഞ്ഞു തീർത്തിട്ടില്ല. ഇനി ഒരുപാട് പറയാനുണ്ട്. അന്നൊരു മാസ്ക് ഇട്ടവനൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നില്ല, അത് വേറെ ആരുമല്ല ഞാനാണ്. ഞാൻ കാരണമാണ് നിനക്കിട്ടൊരു കുത്ത് കിട്ടിയതും. അന്ന് ചേച്ചിക്ക് അലർജിയുള്ള ഫുഡൊക്കെ ഞാനാണ് കൊണ്ടു കൊടുത്തത്. കാരണം അവനൊക്കെ നിനക്ക് സന്തോഷം ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ കൊച്ചിനെ തട്ടിക്കളയാൻ വേണ്ടി ഞാൻ നോക്കിയത്. പിന്നെ നിനക്കൊരു ഫയൽ ഞാൻ തന്നില്ലായിരുന്നോ? ഇവളുടെ ചേട്ടനാണെങ്കിൽ നിന്റെ ചേച്ചിയുടെ അടുത്തുനിന്ന് കുറെ അക്കൗണ്ടിൽ നിന്ന് പൈസയൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ കൂടി നിങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചില്ലായിരുന്നോ ഇവളുടെ ചേട്ടൻ നിന്റെ ചേച്ചിനെ അടിക്കുന്നൊക്കെ ആയിട്ട്? അതൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. എല്ലാം നിങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ അടുപ്പിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും മരിക്കുന്നു വിചാരിച്ച് നടക്കുന്നില്ല. അതുകൊണ്ട് ഇവളെ ഞാൻ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നെന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോ ആണെങ്കിൽ ഇത്തോട്ടെല്ലാം നിർത്തിക്കോ കഴിഞ്ഞു ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും അതെങ്ങനെ കഴിയുക? കഥയ്ക്ക് ഞാൻ 2 എൻഡിങ്ങാണ് കൊടുത്തേക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊല്ലും. ഇതിലേതെങ്കിലും ഒന്ന് ഇവിടെ നടത്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ ഹീറോക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇവന്റെ സംസാരത്തില്. പിന്നെ ഇവൻ തന്റെ ചേച്ചിയെ കൊന്നു ഈ നടന്ന കാര്യങ്ങൾക്കൊക്കെ ഇവനെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കിന് സത്യത്തിൽ ഇവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഹീറോക്ക് തോന്നുന്നത്. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും എനിക്ക് ഭയങ്കരമായിട്ട് അടി കൂടെ കേട്ടോ. ഹീറോയിൻ വരെ എനിക്ക് വേണ്ട നിർത്തി എന്നെ കൂടെ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവളുടെ അടുത്തോട്ട് ഇവൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും അസിസ്റ്റന്റ് ആണെങ്കിൽ വീണ്ടും അടി കൂടാനാണ് പ്രേരിപ്പിക്കുന്നത്. അവനിട്ട് 2 കുത്തും കൊടുത്തിട്ട് നേരെ ഹീറോയിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കിന് അവളങ്ങ് മയങ്ങി വീഴും കേട്ടോ. അവളെയും കൊണ്ട് അവൻ പോകുമ്പോഴത്തേക്കിന് ഈ അസിസ്റ്റന്റ് വരെ എനിക്ക് എന്നെ ഇട്ടിട്ട് പോലടാ എന്നെ കൊന്നിട്ട് പോ, അല്ലെങ്കിൽ കഥ ഇവിടെ നിന്നും കൊണ്ടൊന്നും തീരത്തില്ല, എന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഒരുപാട് കിടന്ന് കാറുന്നുണ്ടെങ്കിലും ഹീറോ അതൊന്നും ശ്രദ്ധിക്കാതെ അവളെ കൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ പോലീസൊക്കെ അങ്ങോട്ടേക്ക് വരുന്ന സൗണ്ട് കേൾക്കട്ടെ അസിസ്റ്റന്റ്. പോരാഞ്ഞിട്ട് ഇവരെ ഫാമിലി ഫോട്ടോ കണ്ടിട്ട് അവൻ ഒരുപാട് കരയുന്നുണ്ട്. കാരണം ഇവനും പാരന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. അതിന്റെ സങ്കടത്തില് അവനാണെങ്കിൽ തൂങ്ങി മരിക്കുക. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞുള്ള സീനാണ് കാണിക്കുന്നത്. ഹീറോയിൻ ആ ഷോക്കില് കോമയിൽ പോയിട്ടുണ്ടാവും. ഹീറോ ആണെങ്കിൽ എപ്പോഴും അവളുടെ അടുത്തിരുന്നിട്ട് പ്ലീസ് യുഗായി നീ ഒന്ന് എണീക്ക്, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, നീ എണീക്ക്, നീ എപ്പോഴും എന്നെ കെയറിംഗ് ആയിട്ട് നോക്കില്ലേ, ഞാനിപ്പോ നിന്നെ നോക്കാൻ വേണ്ടിട്ട് നീ പരീക്ഷിക്കുന്നതാണല്ലോ, പ്ലീസ് കണ്ണു തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതിനു മുമ്പ് നടന്നേ എല്ലാ സംഭവങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. അപ്പത്തേക്കിന് ഹീറോയിൻ കണ്ണു തുറക്കും. നീ എണീച്ചൊന്നും പറഞ്ഞിട്ട് അവന് ഭയങ്കര സന്തോഷമാവാണ്. അവൾ എണീച്ചെന്ന് ചോദിക്കുന്നത് നീ അവനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ, കാരണം അവൻ നിന്നെ ഒരുപാട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു, നീ എങ്ങനെ അവനെ കൊന്നായിരുന്നോ, എനിക്ക് അവിടെ നടന്നൊന്നും ഓർമ്മയില്ലെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അസിസ്റ്റന്റിന് ഒന്നും ചെയ്തിട്ടില്ല, അവന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും കുഞ്ഞവിടേക്ക് ഓടി വരിക. ആന്റി കണ്ണു തുറന്ന് ഇന്ന് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ തീരുവാട്ടോ. അങ്ങനെ കുറച്ചു നാൾക്ക് ശേഷം ഹീറോയിൻ എല്ലാം ഓക്കെ ആവാണ്. ഹീറോ ഇപ്പൊ അവളോട് പറയാണ് എനിക്ക് ഈ നടന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അസിസ്റ്റന്റ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കാരണം 12 വർഷത്തോളം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നന്നായിട്ട് അറിയാം. സ്കൂളിൽ പഠിക്കുമ്പോഴേ അവൻ എന്നെ നന്നായിട്ട് നോക്കിയത്, അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു പ്രതികാരം വെച്ച് അവൻ എൻ്റെ അടുത്ത് നടന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇതിനെല്ലാം കാരണം ഞാനാന്ന് പറയുമ്പോഴത്തേക്കിനെ ഹീറോയിൻ ആണെങ്കിൽ ഇതിനൊക്കെ കാരണക്കാരൻ നീ എങ്ങനെയാവുക, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നീ ചുമ്മാ ഇങ്ങനെ പറയില്ലേ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതിനെപ്പറ്റി പറയണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുക. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം ഹീറോയിൻ ആണെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് കുഞ്ഞു ഹീറോയും കൂടി ആണെങ്കിൽ അവളുടെ കണ്ണൊക്കെ ആണെങ്കിൽ പൊത്തിയിട്ട് കൊണ്ടുവരിക. സംഭവം ഇവനാണെങ്കിൽ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവനും പ്രൊപ്പോസ് ചെയ്യുമ്പോഴത്തേക്കിന് അവൾ അതിന് ഓക്കെ പറയും. ഇവര് രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴത്തേക്കിന് CC വരികയാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരും ഇപ്പം മാരേജ് ചെയ്യാൻ പോവല്ലേ, ഇനി ഞാൻ നിങ്ങളെ എന്താ വിളിക്കണേന്ന് വെക്കുമ്പോ നീ ഇന്ത്യയിൽ വിളിച്ചാൽ മതി എന്ന് അവരും പറയട്ടോ. അങ്ങനെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞുള്ള സീന കാണിക്കുന്നത് ഹീറോയിന്റെ കമ്പനിയിലാണെങ്കിൽ ഹീറോയിൻ ഇരുന്നിട്ട് ഇതെന്താ ഞാൻ ഇത്ര വർഷം ജോലി ചെയ്തിട്ടോ ഇനി 5 വർഷം കൂടി ഇവിടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കുറച്ചും കൂടി നീട്ടിത്തരണം എന്ന് പറയുമ്പോൾ എത്ര വല്ല നീട്ടിത്തരണം, നിന്റെ ജീവിതകാലം മൊത്തം വേണോന്ന് വെക്കുമ്പോഴത്തേക്കിനും അപ്പൊ നിങ്ങൾ എന്നെ സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത് ഈ കമ്പനിയിലോട്ട്, അപ്പോൾ കുറച്ചധികം പൈസ തരേണ്ട വരുമല്ലോ എന്ന് പറയുമ്പോൾ എത്ര വേണം, ഇത് മതിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് കിസ് ചെയ്തത്. അവളാണെങ്കിൽ അതൊന്നും പോരല്ലോ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ആണെങ്കിൽ റൊമാൻസ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ ഇവിടെ കഴിയുന്നത്. അടുത്ത നല്ലൊരു ഡ്രാമയായിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.